और आप सबको आशीषित करेगा। ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. मैं विश्वास करते हैं आज का प्रार्थना सभा हम सब के लिए बहुत बड़ा आशीष बनने वाला है। ഞാൻ വിശ്വസിക്കുന്നു ഇന്നത്തെ പ്രാർത്ഥന നമ്മുടെ എല്ലാവർക്കും ഒരു അനുഗ്രഹമായിരിക്കും. कल से मेरे मन के अंदर ऐसे एक विचार आया, ഇന്നലെ പോലെ ഇതുപോലത്തെ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. हालेलुया, अगर यीशु अपना हीलर है तो അത് യേശു നമ്മുടെ സൗഖ്യദായകനാണെങ്കിൽ, थियरी बोलने से मतलब नहीं है, നമ്മൾ തിയറി പറഞ്ഞുകൊണ്ട് കാര്യമില്ല. प्रैक्टिकली वी वांट टू गेट हील्ड। ആമേൻ ആമേൻ. പ്രാക്ടിക്കലി നമ്മൾ അത് സൗഖ്യം പ്രാപിക്കണം. हालेलुया, प्रैक्टिकली हमें उस हीलिंग हमें प्राप्त करना है। പ്രാക്ടിക്കലി ആ സൗഖ്യം നമ്മൾ പ്രാപിക്കണം. We have faith, നമുക്ക് but വിശ്വാസമുണ്ട്. we want to bring our faith into action. ആമേൻ ഹല്ലേലൂയ. പക്ഷേ നമ്മുടെ ആ വിശ്വാസം നമുക്ക് ആക്ഷനിലേക്ക് കൊണ്ടുവരണം. मैं पिछले संडे कुछ वचन बताया, കഴിഞ്ഞ ആഴ്ച ചില വചനം പറഞ്ഞു. फिर गुरुवार को अपना प्रेयर सेल में कुछ वचन बताया, ഫ്രൈഡേ പ്രേയർ സെല്ലിൽ ചില വചനം പറഞ്ഞു. थर्सडे गुरुवार को, फिर शुक्रवार को अपना फास्टिंग प्रेयर में उसी वचन को मैंने कंटिन्यू പിന്നെ किया। ഫാസ്റ്റിംഗ് പ്രേയർ ഫ്രൈഡേയിൽ അത് തന്നെ പറഞ്ഞു. मैंने हालेलुया फिर शुक्रवार को मैंने इसे वादा भी किया, अगर प्रभु का इच्छा है तो प्रभु कुछ और बातों संडे आराधना में उस वचन से जुड़ा हुआ बातों प्रभु ने देने वाला है। അന്ന് ഞാൻ ഇതും പറഞ്ഞു. അതോ ദൈവഹിതമെങ്കിൽ ഇതിനെക്കുറിച്ച് നീയും ചില കാര്യങ്ങൾ ദൈവം നമ്മളെ लेकिन പഠിപ്പിക്കുന്ന वो बात तो मैं भूल गया, പക്ഷേ ആ കാര്യം ഞാൻ മറന്നുപോയി. मैं भूल गया। मैं इधर आके थोड़ा स्ट्रगल कर रहा था, प्रभु आज आपका बच्चों से क्या बताना है। ഇവിടെ വന്നിട്ട് സ്ട്രഗിൾ ചെയ്യുന്നു, ഞാൻ എന്ത് I വചനം was പറയണോ. praying and I was asking God, Lord मैं क्या बोलूं आपका बच्चों से। ഞാൻ ചോദിക്കുവായിരുന്നു, കർത്താവ് ഞാൻ എന്ത് പറഞ്ഞു നിന്റെ तो മക്കളോട്. मैंने देखा पीछे निबड़ बैठा है, പാസ്റ്റർ കൊണ്ട് ഞാൻ मैं പറയുകയിരിക്കുക. पीछे मुड़ के उसको हाथ मिलाया, പാസ്റ്റർ പുറമോട്ട് തന്നെ കൈ കൊടുത്തു. मुझे बोला पास्टर एक बात मैंने बोलूं। ഞാൻ പറഞ്ഞു, പാസ്റ്റർ ഒരു കാര്യം പറയട്ടെ. लास्ट संडे का मैसेज बहुत एक पावरफुल मैसेज था। ലാസ്റ്റ് സൺഡേയിലെ മെസ്സേജ് വലിയ പവർഫുൾ ആയിരുന്നു. हमने क्या कहा, ഞാൻ എന്തോ പറഞ്ഞത്, हाँ हम सिर्फ थियरी नहीं है, हमें प्रैक्टिकल भी करना है। നമ്മൾ തിയറി മാത്രമല്ല, നമ്മൾ പ്രാക്ടിക്കൽ ചെയ്യണം. अपने जीवन में हो रहे हर घटनाओं प्रभु ने हमें दे रहा मौका है उस जो प्रैक्टिकल को करने के लिए। നമ്മുടെ ജീവിതത്തിലെ എല്ലാ അവസ്ഥകളും ദൈവം നമുക്ക് തരുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാ അതിനു വേണ്ടി. एक लेबोरेटरी जैसे, ഒരു ലാബറട്ടറി പോലെ, लेबोरेटरी के अंदर प्रैक्टिकल हो रहे, ലാബറട്ടറിക്ക് അകത്ത് പ്രാക്ടിക്കൽ so നടക്കും. whatever life experiences you are having, it's a laboratory। ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിലെ ലാബറട്ടറിയാ. तो प्रभु ने मुझे जल्दी याद दिलाया, ദൈവം എനിക്ക് എളുപ്പം ഓർമ്മ अरे തന്നു. पिछले शुक्रवार को भी तुम थियरी प्रैक्टिकल बोला था, ഫ്രൈഡേയിൽ നീ തിയറിയും പ്രാക്ടിക്കൽ പറഞ്ഞു. और तूने हालेलुया वो भूल गया, तुम बोला था वो कंटिन्यू करेगा। നീ മറന്നുപോയി, പക്ഷെ നീ പറഞ്ഞായിരുന്നു കണ്ടിന്യൂ कभी कभी ചെയ്യുക. परमेश्वर हमें याद दिलाते हैं, उनका संदेश अगर हम भूल गया तो भी, നമ്മൾ മറന്നുപോയ ദൈവം നമ്മളെ ഓർമ്മിപ്പിച്ചു തരും. क्योंकि परमेश्वर को जानते हम इंसान हैं, हम कभी भूल जाएगा। ദൈവത്തിനായി നമ്മൾ മനുഷ്യന്മാരെ നമ്മൾ മറന്നു പോകും. धन्यवाद दे दीजिए प्रभु जी को। നമുക്ക് നന്ദി പറയാം ദൈവത്തിന്. तो पिछले കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ എന്താ കേട്ടത്, ഫ്രൈഡേക്ക് നമ്മൾ എന്തോ കേട്ടത്, വെള്ളിയാഴ്ചത്തെ ലൈവ് നമുക്കില്ലായിരുന്നു. फ्राइडे का लाइव हमें नहीं था. അതുകൊണ്ട് എനിക്കറിയാം നിങ്ങൾ പലർക്കും ജോലിയുള്ളവർക്ക് മെസ്സേജ് കേൾക്കാൻ പറ്റിയില്ല. मुझे पता है फ्राइडे को लाइव नहीं So था, I जो want to काम give कर रहे हैं, सुन नहीं पाए. ഒരു റീക്യാപ്പ് തന്നിട്ട് മുന്നോട്ട് പോകാം. तो मैं फ्राइडे का मैसेज का ऊपर से एक छोटे से मैं बता कि मैं आगे बढ़ना चाहूंगा. ഈ വചനത്തിലേക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റത്തില്ല. नहीं तो वचन में आप जल्दी से अंदर नहीं आ सकते. റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളാണ് നമ്മൾ വെള്ളിയാഴ്ച വായിച്ച് സംസാരിച്ചത്. रोमियो का 12 का 1 और 2 है जो हमने पढ़ के बात की. അവിടെ പ്രധാനമായിട്ട് പൗലോസ് പറയുന്നത്, वहाँ खास तौर से पौलुस कहता है ദൈവത്തിന്റെ പെർഫെക്റ്റ് വില്ല് നിങ്ങൾ തിരിച്ചറിയണം. कि परमेश्वर का सिद्ध इच्छा हमें जानना है. എല്ലാ ദൈവമക്കളെ കുറിച്ചും എല്ലാ വ്യക്തികളെ കുറിച്ചും ദൈവത്തിന് ഒരു പെർഫെക്റ്റ് വില്ലുണ്ട്. परमेश्वर के हर एक बच्चों के ऊपर परमेश्वर का एक सिद्ध इच्छा है. പെർഫെക്റ്റ് വില്ലല്ലാതെ सिद्ध इच्छा छोड़ के നമ്മളൊക്കെ ജീവിക്കുന്നത് പലപ്പോഴും हम सब जो जीते हैं बहुत കോംപ്രമൈസ്ഡ് വില്ലിലായിരിക്കും, हम जो समझौता वाला में है, അല്ലെങ്കിൽ പെർമിസീവ് വില്ലിലായിരിക്കും. नहीं तो इजाजत दिया हुआ इच्छा ഈ में है. പെർഫെക്റ്റ് വില്ലും കോംപ്രമൈസ്ഡ് വില്ലും പെർമിസീവ് വില്ലും തമ്മിലൊക്കെയുള്ള വ്യത്യാസം എന്താ? कि सिद्ध इच्छा, समझौता इच्छा और इजाजत दिया हुआ इच्छा में फर्क क्या പെർഫെക്റ്റ് വില്ല് है? എന്ന് പറയുമ്പോൾ सिद्ध इच्छा जो ദൈവം പറഞ്ഞു നിന്നെ കുറിച്ചുള്ള എന്റെ പദ്ധതി ഇതാണ്. कि परमेश्वर कहते तेरे बारे में मेरा इच्छा ये വചനം है. പറഞ്ഞത് പെർഫെക്റ്റ് ആണ്. वचन बोलते हो सिद्ध है. അത് തിന്മയ്ക്കല്ല നന്മയ്ക്കാണ്. वो बुराई के लिए नहीं, भलाई के അത് लिए ഇപ്പോൾ है. തിന്മയായിട്ട് നിനക്ക് തോന്നിയാൽ वो अभी तुझे बुरा लगेगा, അതിന്റെ ഫ്യൂച്ചർ വലിയ നന്മയാണ്. लेकिन उसका जो भविष्य बहुत अच्छा है. ഇപ്പൊ നിനക്കത് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയാലും अभी तुझे और कठिन लगेगा, നീ മുൻപോട്ട് നടന്നു കയറി ചെല്ലുമ്പോൾ लेकिन तू आगे जब चल के നിന്നെ जाएगा, കുറിച്ചുള്ള പെർഫെക്റ്റ് വില്ലിൽ तेरा जो सिद्ध इच्छा है, ദൈവത്തിന്റെ സകല പ്ലാനുകളും ഒരുക്കി വെച്ചിട്ടുണ്ട്. आमेन, हालेलुया. परमेश्वर का सारी पद्धति का उसने योजना ഞാൻ करके ഒത്തിരി रखा है. എക്സാമ്പിൾസ് പറഞ്ഞു. मैं बहुत सारे एग्जांपल ലോത്തിന്റെ कहा, കാര്യം പറഞ്ഞു. लोत के बारे में कहा, ലോത്തിനോട് ദൂതന്മാർ പറഞ്ഞു लोत से बहुत ആ स्वर्गदूतों ने कहा പർവ്വതത്തിലേക്ക് ഓടിപ്പോകുക. उस पहाड़ की ओर तू भाग. അപ്പൊ ലോത്തിങ്ങനെ നോക്കിയപ്പോ ഒത്തിരി ദൂരെയാ. आमेन, हालेलुया.
हालेलुया। तो लोत ने देखा वो बहुत दूर है। ലോത്ത് പറഞ്ഞു लोत ने कहा അത്രയും ഓടാൻ എനിക്ക് പറ്റത്തില്ല, मैं उतना दौड़ नहीं सकता, എനിക്ക് ഈ സ്ഥലം വരെ ഓടാൻ അനുവദിക്കും. मैं केवल यहाँ तक ही भाग सकता हूँ। അത് സംജോഹത, അത് കോംപ്രമൈസ്. वो समझौता था God is having a perfect will about your life, कि परमेश्वर को तेरे बारे में but एक सिद्ध इच्छा sometimes you है, used to argue with God. लेकिन कभी कभी तो परमेश्वर से Lord, I do not argue have करता the है। capacity to do that. परमेश्वर मेरे को ताकत नहीं है करने का। Hallelujah. നമ്മുടെ പ്രശ്നം അതാണ്. हमारे समस्या वो നമ്മൾ है, ദൈവം ഒരു കാര്യം നമ്മളോട് ചെയ്യാൻ പറയുമ്പോൾ हमसे जब परमेश्वर चीज करने को कहता है, നമ്മൾ നമ്മുടെ റിസോഴ്സസ് ആണ് നോക്കുന്നത്, मैं हालेलुया, हम अपने श्रोताओं को देखता നമ്മുടെ है, കപ്പാസിറ്റിയാണ് നോക്കുന്നത്. हमारी जो काबिलियतों को देखता നമ്മൾ है। കാൽക്കുലേറ്റർ എടുത്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയും, हम क्या कि कैलकुलेट करके इस प्रकार ഓ कहता है, ഇത്രയും ആളുകൾ ഇവിടെ ഉണ്ട്, इतने सारे लोग यहाँ पे हैं 15,000-20,000 people are gathered here. कि 15-20 हजार लोग यहाँ जमा നമ്മുടെ हैं, കയ്യിൽ 200 പണമുണ്ട്. कि हमारे पास 200 सिक्के हैं, 200 പണത്തിൽ നിന്ന് 200 में से ഇത്രയും പേർക്ക് എങ്ങനെ ഫുഡ് മേടിക്കാൻ പറ്റും? इतने सारे लोग कहाँ से खाना അത് लेंगे? അല്ലെങ്കിൽ ഇവിടെ കടകളുമില്ല. और वही नहीं, यहाँ कोई So we are दुकानें भी नहीं है। calculating our resources. तो हम हमारे श्रोताओं And को we कैलकुलेट करता are है, there to make some our own plans. और हम अपने खुद की पद्धति बनाते हैं, നമ്മൾ പറയും और हम कहते हैं കർത്താവ് ഇത് പറ്റത്തില്ല കേട്ടോ, परमेश्वर ये नहीं होगा, കർത്താവ് പറഞ്ഞ ഭക്ഷണം കൊടുക്കാൻ, कि परमेश्वर ने बोला भोजन दे, ഭക്ഷണം കൊടുക്കാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ अगर परमेश्वर ने भोजन देने कहा കർത്താവ് है, അതിന് ചിലത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. तो परमेश्वर ने उसके लिए योजना बनाया Can है। somebody say क्या कोई कह सकता है hallelujah? ദൈവം എന്നോട് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ परमेश्वर ने मुझसे कुछ करने के लिए कहा അതിന്റെ है, കപ്പാസിറ്റിക്ക് അപ്പുറമാണെങ്കിലും, अगर वो मेरे कैपेसिटी से बढ़कर അതൊരു है, ഹിമാലയൻ ടാസ്ക് ആണെങ്കിലും वो भले वो एक हिमालयन टास्क चुना हो, ദൈവം അതിനു വേണ്ടി ചിലത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. कि परमेश्वर ने उसके लिए कुछ पद्धति बनाया, അതെന്റെ ബുദ്ധിക്കെത്തത്തില്ല. वो मेरे बुद्धि में नहीं होगा। അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്. इसके लिए प्रेरित पौलुस ने ഒരു कहा നിമിഷം നിർത്തി ഞാൻ പറയും, വെള്ളിയാഴ്ച പറഞ്ഞ കാര്യമാണ്. कि फ्राइडे को कहा हुआ बातें हैं। ഈ 12-ാം അധ്യായത്തിന്റെ തുടക്കം ഇങ്ങനെയാണ്. ये 12वां चैप्टर का शुरुआत റോമർ 12-ന്റെ തുടക്കം. रोमर 12 का, അതുകൊണ്ട് इसीलिए അതുകൊണ്ടെന്ന് പറയുമ്പോൾ എന്താണ് ഇതിന്റെ उसका അർത്ഥം? मतलब क्या है? ആ വാക്യം മേളത്തെ വാക്യമായിട്ട് കണക്റ്റഡ് ആണ്. ये जो आयत है ऊपर की आयत से कनेक्टेड है। ഇങ്ങനെയാണ് തിയോളജിയൻസ് ഇതിനെ വിശദീകരിക്കുന്നത്. अभी थियोलॉजिस्ट इसको कहता है റോമാലേഖനം 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ कि रोमा 1 से लेके 11 तक का ഹല്ലേലൂയ പൗലോസ് ഡോക്ട്രിൻ പഠിപ്പിക്കുകയായിരുന്നു. पौलुस जो है डॉक्ट्रिन सिखा रहा है, തിയറി പഠിപ്പിക്കുകയായിരുന്നു. തിയറി സിക്കാ ഇത് ഞാൻ പറഞ്ഞതല്ല, ये मैंने नहीं कहा, ബൈബിൾ കമന്ററീസിൽ ഒന്നിലധികം കമന്ററീസിൽ എഴുതി വെച്ചിരിക്കുകയാണ്. बाइबल कमेंट्रीज में लिखा हुआ है। എന്താ പ്രാക്ടിക്കലായിട്ടല്ല, ഡോക്ട്രിൻ തിയറി പഠിപ്പിക്കുകയായിരുന്നു. कि प्रैक्टिकल नहीं थियरी सिखा रहे പക്ഷെ हैं, 12-ാം അധ്യായം മുതൽ लेकिन 12वां പൗലോസ് चैप्टर से തിയറിയോടെ നിർത്തിയിട്ട് वो थियरी को रोक के പ്രാക്ടിക്കലിലേക്ക് കയറുകയാണ്. वो प्रैक्टिकल में घुस എല്ലാവരും रहे हैं। പറഞ്ഞിട്ട് തിയറിയും വേണം പ്രാക്ടിക്കലും വേണം. सभी लोग बोलो थियरी भी चाहिए, प्रैक्टिकल ഇന്ന് भी പല चाहिए। പെന്തക്കോസ്ത് സഭകളിലും തിയറിയേ ഉള്ളൂ. आज बहुत सारी कलीसिया में केवल थियरी है। യേശു സൗഖ്യമാക്കുന്നു, यीशु चंगा करता അത് है, തിയറി. वो थियरी है। നമ്മൾ രോഗം കൊണ്ട് നടക്കുന്നു, और हम बीमारी लेके चलता है, തിയറി ഉള്ളൂ, പ്രാക്ടിക്കൽ ഇല്ല. थियरी है लेकिन ആ प्रैक्टिकल नहीं രോഗം है। എന്താണെന്ന് അറിയാമോ? और बीमारी അത് क्या है? ലബോറട്ടറിയാ. वो लेबोरेटरी है, നമ്മുടെ സൗഖ്യം വെളിപ്പെടാനുള്ള ലബോറട്ടറി. हमारे चंगाई को बाहर आने वाला ആ രോഗം लेबोरेटरी। എന്താണെന്ന് അറിയാമോ? वो बीमारी क्या അത് है? റോ മെറ്റീരിയലാ. वो रॉ मटेरियल, നിന്റെ പ്രാക്ടിക്കലിന് വേണ്ടി നിന്റെ ടേബിളിൽ ഇട്ടിരിക്കുന്ന റോ वो മെറ്റീരിയൽ. तेरे प्रैक्टिकल तेरे टेबल में रखा हुआ रॉ मटेरियल പണ്ട് है। നമ്മൾ ഈ പ്രാക്ടിക്കൽ ലാബിൽ പോകുന്നത് ഓർമ്മയില്ലേ? हम जो लेबोरेटरी में आपको याद होगा, ഹലോ, കെമിസ്ട്രി ലാബ്, ഫിസിക്സ് ലാബ്. केमिस्ट्री लैब, फिजिक्स लैब, കെമിസ്ട്രി ലാബിൽ ഒരു പ്രത്യേക സ്മെല്ലുണ്ട്. എന്റെ അറബി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കെമിസ്ട്രി ലാബ്, ഹല്ലേലൂയ, ഒരു chemistry lab में ഗ്രഹാതുരത്വമുള്ള सुगंध ഓർമ്മയല്ലേ, जाके मालूम पड़ता था। നോസ്റ്റാൾജിയ ഉണ്ടാക്കുന്ന ഓർമ്മയല്ലേ? वहाँ जाएगा तो एक सुगंध आता था। ഫിസിക്സ് പ്രാക്ടിക്കൽ ലാബിൽ ആദ്യമായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ फिजिक्स प्रैक्टिकल लैब में जो पहली बार കുറെ जाता है, കാര്യങ്ങൾ ആദ്യം നമ്മളെ പഠിപ്പിക്കും. कुछ चीजें पहले हमें അത് सिखाता है, വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. वो छोटी छोटी बातें हैं। അതിനകത്തൊന്നാണ് സോളിനോയിഡ് ഉണ്ടാക്കുക. സംബഡി ഫ്രം ഫിസിക്സ്, ഹല്ലേലൂയ. സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ? सोलिनॉइड बनाता है। നമ്മൾ ഈ വയറെല്ലാം കൂടി ഇങ്ങനെ കിടക്കാതെ ആദ്യം ഒരു പെൻസിലെ വെച്ചിട്ട് ഇങ്ങനെ വട്ടം കറക്കി 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 അതിനെ ഒരു ഷേപ്പ് ആക്കണം. ഹല്ലേലൂയ. क्यों क्या है कि पेंसिल जैसे रहते हैं उसमें वायर को पूरा घुमा के उसको करना ചെതറി है, കിടക്കുന്നതിനെയൊക്കെ എന്ത് ചെയ്യണം? ഒന്ന് ലെവലാക്കണം അല്ലേ? जो तितर बितर है उसको पूरा लेवल करना है। ഞങ്ങളെ അങ്ങനെ പഠിപ്പിച്ചു തുടങ്ങിയത് കേട്ടോ. ടേബിളിൽ എല്ലാ വയറും ചെതറി കിടക്കുക. ആദ്യം ടീച്ചർ പറഞ്ഞു ഒരു പെൻസിൽ എടുത്തിട്ട് ഇതിനെ വട്ടം കറക്കി 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 ഇതിനെല്ലാം ഒരു പ്രോപ്പർ ഷേപ്പിലാക്ക്, പിന്നെ നിന്റെ ടേബിൾ കണ്ട വൃത്തിയായിരിക്കും. ഹല്ലേലൂയ. उसके बाद बोले अगर तू ऐसा कहते तो तेरा टेबल जो है दिखने में अच्छा रहेगा। നിന്റെ പ്രാക്ടിക്കൽ ടേബിളിൽ നിന്ന് ചെതറി കിടക്കുക കേട്ടോ. तेरा जो प्रैक्टिकल टेबल जो You है have to bring the things in a proper way. वो सारी चीज को एक That's the beginning of your healing. वो तेरा शंगाई का That's the beginning of your deliverance. वो तेरा शंगाई വലിച്ചു വാരി ഇട്ട് ഹല്ലേലൂയ പ്രാക്ടിക്കൽ ചെയ്താൽ अगर इधर इधर पूरा फैला के Result കിട്ടുമായിരിക്കും. रिजल्ट പക്ഷെ मिलेगा, മാർക്ക് കിട്ടത്തില്ല. लेकिन मार्क्स नहीं मिलेगा। പ്രസന്റേഷനും മാർക്കുണ്ട് കേട്ടോ. प्रेजेंटेशन
परमेश्वर का भी मार्क्स है, ഹല്ലേലൂയ. എങ്ങനെങ്കിലും ചെയ്തു വെച്ചാ പോരാ. कैसे भी नहीं करना കറക്റ്റ് है ആയിട്ട് വയറൊക്കെ ചുറ്റി വളച്ച് വെച്ച് ഹല്ലേലൂയ കറക്റ്റ് ആയിട്ട് കണ്ട ഒരു ഭംഗി വരണം. कि सही तरीके से करना ആമീൻ. चाहिए, तो अच्छा लगना चाहिए। മനസ്സിലാവുന്നുണ്ട്? ആമീൻ ആമീൻ പറഞ്ഞാട്ടെ. ആമീൻ बोलो। ക്രിസ്ത്യ ജീവിതത്തിൽ തിയറി ഉണ്ടോ? कि मसीह जीवन में लिखा ക്രിസ്ത്യ है ജീവിതത്തിൽ क्या പ്രാക്ടിക്കലും ഉണ്ട്. कि मसीह जीवन में प्रैक्टिकल भी അതുകൊണ്ട് ഈ है। ദിവസങ്ങളിൽ നമുക്ക് പ്രാക്ടിക്കലി യേശുവിന്റെ സാന്നിധ്യവും Amen. ശക്തിയും നമുക്ക് അനുഭവിക്കണം. कि इन दिनों में प्रैक्टिकली हमें यीशु का सानिध्य और शक्ति अनुभव അപ്പോൾ करना है। പൗലോസ് റോമാലേഖനത്തിൽ 11-ാം അധ്യായം വരെ തിയറി പറഞ്ഞിട്ട് तो पौलुस जो 11 आयत तक जो है थियरी बता के 11-ാം അധ്യായത്തിൽ പ്രാക്ടിക്കലിലേക്ക് കയറുകയാ. उसके बाद प्रैक्टिकल में घुसते हैं। അതുകൊണ്ട് 11-ാം അധ്യായം എങ്ങനെ കൺക്ലൂഡ് ചെയ്തെന്ന് അറിയാമോ? इसलिए वो कैसे कंक्लूड करते हैं 11 आयत, ഭയങ്കര പവർഫുൾ കൺക്ലൂഷനാ കേട്ടോ. वो बहुत ही है। ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ അത്ഭുതത്തോട് നിൽക്കുകയാ. ഹല്ലേലൂയ. उसका 33वां आयत से परमेश्वर का धन और बुद्धि और ज्ञान क्या ही गंभीर है, हाँ उसके विचार कैसे अथाह और उसके मार्ग कैसे अगम है। എന്നിട്ട് പറയുന്നത് ദൈവത്തിന്റെ വിചാരങ്ങൾ എത്ര അപ്രമേയം. और कहते हैं कि परमेश्वर का विचार कितना अगम है। ഞാൻ കഴിഞ്ഞ ദിവസം അപ്രമേയം എന്ന വാക്കിന്റെ അർത്ഥം പറഞ്ഞു തന്നു. ये पिछले दिनों उसका मैं अर्थ बता के दिया പ്രമേയത്തിന് പറ്റാത്തത്, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തത്. कि एक्सप्लेन जो है विवरण नहीं कर सकता ദൈവത്തിന്റെ है। വഴികൾ എങ്ങനെയാണ്? परमेश्वर का मार्ग कैसा है അഗോചരം, കാണാൻ പറ്റാത്തത്. और नहीं देख सकता है। ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതികൾ അപ്രമേയമാ കേട്ടോ. कि जो परमेश्वर की जो योजना है वो खोजा नहीं सकता ദൈവത്തിന്റെ പദ്ധതികൾ അഗോചരമാണ്. कि उसका जो ये है जो खोजा नहीं जा सकता है, അത് നീ തിരിച്ചറിയണം. वो हमें परख ഇനി जानना ഞാൻ है। ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. मैं अभी वापस से कहता हूँ, റോമർ 11-ന്റെ ലാസ്റ്റും 12-ന്റെ ആദ്യവും കൂടെ ചേർത്ത് വായിച്ചാൽ अगर रोमियो 11 का अंत और 12 का शुरुआत ദൈവത്തിന്റെ पढ़ेंगे, ജ്ഞാനം, ദൈവത്തിന്റെ പദ്ധതികൾ, ദൈവത്തിന്റെ വഴികൾ അപ്രമേയമാണ്, അഗോചരമാണ്. कि परमेश्वर का ज्ञान जो है, परमेश्वर का जो मार्ग जो है वो क्या है कि जो ढूंढा नहीं जा ആ सकता है। ജ്ഞാനത്തിൽ നിന്നുകൊണ്ടാണ് उस ज्ञान में से, ദൈവം നിന്നെ കുറിച്ചുള്ള പെർഫെക്റ്റ് വില്ല് ഉണ്ടാക്കിയിരിക്കുന്നത്. कि उस ज्ञान में से परमेश्वर Hello. हमारे पास सिद्ध इच्छा Are बनाया you है। listening me? क्या आप मुझे सुन रहे हैं? നിങ്ങളെ കുറിച്ചുള്ള പദ്ധതിയുടെ ഡിസൈനർ ആരാണ്? हमारा जो पद्धति का डिजाइनर कौन है? നിങ്ങളുടെ പദ്ധതിയുടെ ബ്ലൂ പ്രിന്റ് ആരാണ് വരച്ചത്? हमारा जो पद्धति का ब्लूप्रिंट किसने बनाया है? ദൈവം വരച്ചത്. परमेश्वर ने बनाया है। ദൈവത്തിന്റെ ജ്ഞാനത്തിൽ നിന്നുകൊണ്ടാ. परमेश्वर के ज्ञान से, ദൈവത്തിന്റെ അപ്രമേയമായ പദ്ധതികളാ. कि परमेश्वर का उस ज्ञान में അത് से നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. वो हमें समझेंगे नहीं। നിങ്ങൾ നോക്കിയിട്ട് പറയും, हम देख के ഓ कहेंगे ഈ 200 പണം കൊണ്ട് എങ്ങനെയാണ് ഇത്ര ജനത്തെ പോറ്റുന്നത്? ये 200 सिक्के से कैसे इतने सारे लोगों को खिलाएंगे? എനിക്ക് കപ്പാസിറ്റി ഇല്ല, मुझे कैपेसिटी नहीं എനിക്ക് है, റിസോഴ്സസ് ഇല്ല, मेरे पास श्रोता नहीं എന്നെ है, കൊണ്ട് ഇത് പറ്റത്തില്ല. मुझसे ये नहीं കർത്താവ് होगा। ഒരു കാര്യം ചെയ്യാം, कि परमेश्वर एक चीज നമുക്കൊരു करे, കോംപ്രമൈസ്ഡ് പ്ലാൻ ഉണ്ടാക്കാം. हम एक समझौता करते എന്താ हैं। കോംപ്രമൈസ്ഡ് പ്ലാൻ? समझौता क्या है? സഭായോഗം നേരത്തെ ആശീർവാദം പറഞ്ഞ് എല്ലാവരോടും വീട്ടിൽ പോകാൻ പറയുക. कि हम बोलते हैं कि सबसे जल्दी से कलीशा जल्दी से आज घर पे जाते सब നീ लोग। പറഞ്ഞ പ്ലാൻ നടക്കത്തില്ല. तूने जो बोला वो नहीं होगा। നീ പറഞ്ഞ പ്ലാൻ എന്താ? तूने ഇവരെല്ലാം क्या कहा? ഭക്ഷണം കൊടുക്കണം. പറ്റുമോ? कि होगा क्या वो? അപ്പൊ ഇപ്പൊ ഇവര് പറഞ്ഞു നമുക്ക് പറ്റത്തില്ല, നേരത്തെ പറഞ്ഞു വിടാം. बोलेंगे नहीं, इसको नहीं होगा, पहले इनको छोड़ दो। കർത്താവ് പറഞ്ഞില്ലേ ഇവർക്ക് ഭക്ഷണം കൊടുക്കണം. कि परमेश्वर ने इनको खाना दो। എങ്ങനെ ഭക്ഷണം കൊടുക്കണം? कैसे खाना देना है? നിങ്ങളുടെ പോക്കറ്റിലെ റിസോഴ്സസിൽ നിന്നല്ല, कि तुम्हारा पॉकेट के रिसोर्स में എല്ലാവരും से नहीं, ദൈവത്തിന്റെ അപ്രമേയമായ പദ്ധതി, कि परमेश्वर की जो बुद्धि से जो ദൈവത്തിന്റെ पद्धति है, അഗോചരമായ വഴി, कि परमेश्वर जो ढूंढा नहीं जा सकता something which रास्ते you से, never imagined, जो तुमने कभी सोचा नहीं है, something which you never hallelujah expected. जो तुमने कभी उम्मीद नहीं God is किया है। ready to give you that kind of a miracle in your life. परमेश्वर वैसा एक चमत्कार आपके जीवन में देने को അവന്റെ तैयार है। പദ്ധതികൾ അഗോചരമാണ്, उसका जो योजना है वो ढूंढा नहीं അവന്റെ जा सकता है। പദ്ധതികൾ അപ്രമേയമാണ്. उसका जो योजना है वो समझ नहीं ആ पाएंगे। പെർഫെക്റ്റ് വില്ല് അവൻ നിങ്ങളോട് പറയുമ്പോൾ, वो जब सिद्ध इच्छा हो आपसे कहता है, ലോകത്തെ നിനക്കറിയാമോ, क्या तुझे पता है? നീ ആ പർവ്വതത്തിൽ എത്തുന്നിടം വരെ तू उस पहाड़ में पहुंचने तक ഇവിടെ हमें- തീമഴ വീഴത്തില്ല കേട്ടോ. यहाँ जो है कि आग का बारिश नहीं गिरेगा, കാരണം അത് ദൈവത്തിന്റെ പ്രൊട്ടക്ഷനാ. क्योंकि परमेश्वर का प्रोटेक्शन है। ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ അക്കരെ എത്തുന്നിടം വരെ तू उस पार जाने तक, आमेन, ഫറവോനും സൈന്യം നിന്റെ അടുക്കൽ വരത്തില്ല. कि फरो सेना तेरे पास नहीं पहुंचेगा। നീ आमेन। അക്കരെ എത്തിക്കഴിഞ്ഞപ്പോൾ जब तू उस
पार पहुंचेगा। അവസാനത്തെ വ്യക്തിയും അക്കരെ എത്തിക്കഴിഞ്ഞപ്പോൾ अंतिम व्यक्ति भी उस पार पहुंचा। മോശ ഹല്ലേലൂയ മോശയോട് ദൈവം പറഞ്ഞു मूसा से परमेश्वर ने നീ कहा നീ തിരിഞ്ഞ് ചെങ്കടൽ നേരെ തിരിക. तू लाल समुद्र की ओर मुड़। എനിക്കറിയില്ല, ഞാൻ ഇങ്ങനെ ഇമാജിൻ ചെയ്യുക. मैं इस प्रकार से उम्मीद മോശയായിരിക്കും അവസാനം റെഡ് സീ ക്രോസ് ചെയ്തത്. हो सकते हैं मूसा है अंतिम में It's my रक्षक हो गया। imagination. There ये is no मेरा record. सोच है। But I imagine it. मैं ऐसे सोच കാരണം रहा हूं। എന്താണെന്നറിയാമോ? कारण क्या है ഹല്ലേലൂയ മോശ വടി നീട്ടി പിടിച്ചിരിക്കുക അല്ലേ? कि मूसा ने क्या लाठी को മോശ आगे किया हुआ ചെങ്കടലിനെ വിഭാഗിച്ചു. कि मूसा ने क्या लाल समुद्र ചെങ്കടൽ दो भाग किया। വിഭാഗിക്കപ്പെട്ട ശേഷം वो दो भाग होने के बाद ജനത്തോട് പറഞ്ഞ് ഇറങ്ങി നടക്കാൻ. लोगों को बोले तुम चलो। ജിമ്മദാരിയുള്ള ഒരു ലീഡറിന്റെ ഉത്തരവാദിത്തമാണ് एक जिम्मेदारी वाला एक लीडर क्या करता है അവസാനത്തെ കുളമ്പും ക്രോസ് ചെയ്യുന്നിടം വരെ അവിടെ നിൽക്കുക. कि अंतिम व्यक्ति तक क्रॉस करने तक वो वहां रुकेगा। ഞാൻ വിശ്വസിക്കുക, അങ്ങനെ ഞാൻ ഇമാജിൻ ചെയ്യുക. मैं इसे विश्वास कर നിങ്ങൾ रहा हूं। കണ്ടിട്ടുള്ള പടങ്ങളിൽ അങ്ങനെ അല്ലായിരിക്കും കണ്ടത്. മോശ മുന്നിൽ പോകുന്ന ബാക്കിയുള്ളവർ പുറകെ വരുന്നത് അങ്ങനെ ആയിരിക്കും शायद കണ്ടത്. आपने पिक्चर में ऐसे देखा होगा कि मूसा आगे जाते പക്ഷേ बाकी लोग पीछे आते as a good leader एक अच्छा चरवाहा के साथ അവനായിരിക്കും അവസാനം ക്രോസ് ചെയ്തത്. हो सकता है उसने आखिर में क्रॉस किया। അവസാനത്തെ വ്യക്തി ക്രോസ് ചെയ്തപ്പോൾ अंतिम व्यक्ति भी क्रॉस करने के മോശ बाद തിരിച്ച് ചെങ്കടൽ അങ്ങക്കരെ ചെന്നപ്പോൾ मूसा जब उस पार गया ദൈവം പറയാ നിന്റെ കൈ ഒന്ന് തിരിച്ചു നീട്ട്. मूसा ने बोला तेरा हाथ को जरा ऊपर से ദൈവം कर। നിന്റെ കൈ തിരിച്ചു നീട്ടാൻ പറയുന്നതിന് മുമ്പേ कि परमेश्वर जब तेरा हाथ को बढ़ाने को कहने വചനം से എന്താ पहले പറയുന്നതെന്നറിയാം? അതിന് वचन क्या മുമ്പ് कहता തന്നെ है उससे पहले നിന്റെ കൈ നീട്ടുന്നതിന് മുമ്പ് തന്നെ. तेरे हाथ बढ़ाने से पहले ഹലോ, ആർ യു ലിസണിംഗ് മീ? क्या तुम मुझे सुन रहे നിന്റെ हो കൈ നീട്ടുന്നതിന് മുമ്പ് തന്നെ तेरा हाथ बढ़ाने से पहले പ്രഭാതയാമമായപ്പോൾ कि जब भोर हो रहा था ദൈവം മേഘത്തിൽ നിന്ന് ഫറവോനെ സൈന്യത്തെ നോക്കി എന്ന് പറയുന്നു. परमेश्वर मेघ हतामा में से शकामाना। फरोन और सेना को देखा। നിന്റെ കരം നീട്ടുന്നതിന് മുമ്പ് तेरे हाथ बढ़ाने से पहले സ്വർഗ്ഗം ഫറവോനെ സൈന്യത്തെ നോക്കിയെന്ന്. स्वर्ग जो है फरोन और सेना को देखा। ആമീൻ പറഞ്ഞ് സ്വീകരിച്ചാട്ടെ. आमीन बोल के നീ स्वीकार രോഗത്തെ करो। ശാസിക്കുന്നതിന് മുമ്പ്, अब हालेलुया, तू बीमारी को നീ डांटने से പിശാചിനെ पहले ശാസിക്കുന്നതിന് മുമ്പ്, तू डांटने से നീ पहले തടസ്സങ്ങളെ നോക്കി ശാസിക്കുന്നതിന് तेरे മുമ്പ് रुकावट को देख के डांटने से पहले സ്വർഗ്ഗം അതിന്മേൽ കണ്ണ് പതിപ്പിച്ച് आमीन, കഴിഞ്ഞിരിക്കുക. आमीन, आमीन, हाले स्वर्ग ने उसके ऊपर आके दृष्टि रखा है। ഹൽക്കമാന റംഷൽക്കമാന. നിങ്ങൾക്കറിയാമോ क्या तुम जानते हो എന്ത് സംഭവിച്ചു? क्या हुआ? ഫറവോന്റെ രഥങ്ങൾ, ഫറവോന്റെ സേന കൺഫ്യൂഷനിലായി. कि फरोन का जो रथ है और सेना जो है कंफ्यूजन में आ गया। കർത്താവിന്റെ ഒറ്റ നോട്ടം മതി കേട്ടോ. परमेश्वर एक की दृष्टि है। നിനക്കെതിരെ ഓടുന്ന സകല രഥങ്ങളും സകല സൈന്യവും കൺഫ്യൂഷനിലാകും. कि परमेश्वर का जब दृष्टि आएगा तेरे विरुद्ध बोलने वाले सारे യേശുവിന്റെ जो रथ നാമത്തിൽ, रुक जाएगा। യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഈ ജനത്തിനെതിരെ ഓടുന്ന, ഈ ജനത്തിനെതിരെ, നിന്റെ ജനത്തിനെതിരെ പ്രവർത്തിക്കുന്ന സകല ശത്രുവിന്റെ സൈന്യത്തിന് മേലും ഒരു കൺഫ്യൂഷൻ ഞങ്ങൾ വിളിച്ചു വരുത്തുന്നു. यीशु के नाम से तेरे प्रजा के विरुद्ध आने वाले सारे हालेलुया शत्रु की पद्धतियों को ऊपर एक कंफ्यूजन बुलाता है। ഹല്ലേലൂയ. हालेलुया। താങ്ക് യു ഹോളി സ്പിരിറ്റ്. നിങ്ങൾക്കറിയാമോ क्या आप जानते हो കർത്താവ് നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കും. परमेश्वर पहले से योजना बनाया। നീ എത്താതെ, നിന്റെ കാര്യം കഴിയാതെ तू पहुंचने से पहले शत्रु तेरे ने बात move होने से ചെയ്യാൻ पहले പറ്റത്തില്ല. शत्रु कुछ नहीं कर सकता। ഹല്ലേലൂയ. हालेलुया। ലോത്തേ, നീ പർവ്വതത്തിൽ ഓടിയെത്താതെ लोत जब तक तू पहाड़ पे नहीं पहुंचता തീമഴ വീഴത്തില്ല കേട്ടോ. तब तक आग का बारिश नहीं गिरेगा। അത് ദൈവത്തിന്റെ വാക്കാണ്. वो परमेश्वर के അത് वादा है। ദൈവത്തിന്റെ वो ഉത്തരവാദിത്തമാണ്. परमेश्वर की जिम्मेदारी है। അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്തിട്ട് പറ, आप बाजू में इसको हाथ देख के ദൈവ बोल। പൈതലെ നിന്നെ സുരക്ഷിതനാക്കാതെ, परमेश्वर के बच्चे जब तक तुझे सुरक्षित नहीं करता, ഹല്ലേലൂയ, നിന്നെ എത്തേണ്ടടുത്ത് എത്തിക്കാതെ, तुझे जहाँ पहुंचाने वहां नहीं ഹൽക്കമാന पहुंचाए हुए, റംഷൽക്ക് നിന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതി പൂർത്തീകരിക്കാതെ तेरे ऊपर जो परमेश्वर योजना पूरा करने से पहले ദൈവം ഒരു കാര്യം ചെയ്യത്തില്ല. परमेश्वर उससे पहले कुछ അത് नहीं നിന്റെ करेगा। ആരോഗ്യം കൊണ്ടല്ല, वो तेरी सामर्थ से नहीं, അത് നിന്റെ റിസോഴ്സസ് കൊണ്ടല്ല. वो तेरी श्रोता से You नहीं, may be having zero resources. तेरे पास शून्य रहेगा। Do not trust in your resources. आपकी श्रोता पे विश्वास But मत if you करो। have a perfect will in your life, अगर आप पे एक सिद्ध इच्छा है आपके जीवन hallelujah, का, keep trusting on the one who gave that will. Hallelujah. आमीन, उस पे विश्वास करो जिसने वो योजना दिया है। ആ പദ്ധതി തന്ന, अगर वो योजना ആ दिया है, പ്രോജക്റ്റിന്റെ ബ്ലൂ പ്രിന്റ് എഴുതിയ अगर उसका ब्लूप्रिंट बनाया है, ദൈവത്തിൽ വിശ്വസിക്കുക. परमेश्वर पे विश्वास कर। ദൈവത്തിന്റെ ഡിവൈൻ റിസോഴ്സസിൽ നിന്ന്, परमेश्वर अपना ईश्वरी सामर्थ से, ഡിവൈൻ റിസോഴ്സസിൽ നിന്ന് ईश्वरी അൺഅച്ചീവബിൾ ആയിട്ടുള്ള, അൺഅച്ചീവബിൾ, जो तू अचीव नहीं कर सकता है, ഹല്ലേലൂയ, നിന്റെ വിഷയങ്ങളെ, जो तेरे विषय നിന്നെ है, കുറിച്ചുള്ള പദ്ധതിയെ, जो तेरी योजना നിന്നെ है, കുറിച്ചുള്ള പെർഫെക്റ്റ് പ്ലാനിനെ പൂർത്തീകരിക്കാൻ വിശ്വസ്തനാണ്. कि तेरे ऊपर जो सिद्ध योजना है उसको पूरा करने के लिए विश्वास योग्य है। ലോത്തിന്റെ പ്രശ്നം, लोत का ലോത്ത് समस्या, കോംപ്രമൈസ് ചെയ്തു. लोत ने कॉम्प्रोमाइज किया। നിങ്ങൾ കോംപ്രമൈസ് ചെയ്യരുത്. आप कॉम्प्रोमाइज मत നിങ്ങൾ करो। പറയില്ല കർത്താവ് എന്നെ കൊണ്ട് പറ്റത്തില്ല, आप मत बोलो परमेश्वर मुझसे नहीं होगा, എനിക്ക് പ്രായം കൂടി ഇനി എങ്ങനെ കർത്താവ്, अब मुझे मेरी उम्र बढ़ गई, अब मैं എനിക്ക് कैसा, ബാങ്ക് ബാലൻസ് ഇല്ല ഇനി എങ്ങനെ കർത്താവ്, मेरे पास बैंक बैलेंस नहीं, मैं कैसा എന്നെ करूंगा, ആർക്കും അറിയത്തില്ല കർത്താവ്, मुझे कोई नहीं जानता, എന്നെ സഹായിപ്പാൻ ആരുമില്ല. मुझे मदद करने
करने के लिए कोई नहीं। number of people when hallelujah നിങ്ങൾക്കറിയാമോ ദൈവം ചിലരെയൊക്കെ വിളിച്ച് സംസാരിച്ചപ്പോൾ कि जब परमेश्वर ने कुछ लोगों को बुला के बात അവരൊക്കെ किया, പറഞ്ഞ കംപ്ലൈന്റ് ഇതായിരുന്നു. उनका कंप्लेंट से था। മോശെ വിളിച്ചപ്പോൾ പറഞ്ഞു, मूसा को बुलाया तो कहा, മോശ പറഞ്ഞു എന്നെ കൊള്ളത്തില്ല കർത്താവേ. मूसा ने बोला मुझे I'm मैं सही नहीं nobody, हूँ, I'm nobody. मैं कोई नहीं हूँ, ഞാനൊരു ആട്ടിടയൻ മാത്രമാണ്. मैं एक चरवा हूँ, ഓഹോ ഞാൻ ഒന്നുമല്ല. मैं कुछ भी नहीं हूँ, എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല. मुझे बात करने എടാ नहीं മോശ आता। നിനക്കറിയാമോ मूसा तुझे पता है, ദൈവം നിന്നെ വിളിച്ചപ്പോൾ जब परमेश्वर ने तुझे ദൈവം बुलाया, പറഞ്ഞില്ല. परमेश्वर ने नहीं മോശ कहा, പറഞ്ഞു എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല. मूसा ने बोला मुझे അപ്പോൾ बात ദൈവം करने नहीं പറഞ്ഞില്ല. आते, परमेश्वर ने नहीं ഞാൻ कहा। കഴിഞ്ഞ ഒരു ദിവസം പറഞ്ഞ കാര്യം ലെറ്റ് മീ റിപ്പീറ്റ് ഇറ്റ്. मैं फिर से ഹല്ലേലൂയ. कहता हूँ, എനിക്ക് അബദ്ധം പറ്റിപ്പോയി മോശെ. मुझसे गलती हो मूसा, നിനക്കിതെല്ലാം അറിയാമെന്ന് ഓർത്താ ഞാൻ നിന്നെ വന്ന് വിളിച്ചത്. मुझे लगा कि तुझे ये सब पता है करके और അങ്ങനെ बुलाया। പറഞ്ഞു. ऐसे परमेश्वर, എനിക്കറിയാമോടാ മോശെ നിന്റെ കുറവ് മുഴുവൻ आमेन എനിക്കറിയാം. आमेन, मूसा मैं जानता तेरी सारी कमियों को, പക്ഷെ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു. लेकिन मैंने तुझे चुना है। എന്തിനു വേണ്ടി? किस चीज के എന്റെ लिए? ജനത്തെ നയിക്കാൻ. मेरे प्रजा को അതുകൊണ്ട് चलाने ഞാൻ के എന്ത് लिए। ചെയ്തെന്നറിയാമോ? इसके लिए मैं क्या നിന്നെ करूंगा? വിളിച്ചപ്പോൾ തന്നെ जब तुझे बुलाया तभी നിന്റെ കൂടെ നിൽക്കാൻ വേണ്ടി, तेरे साथ रुकने നിന്റെ के लिए, വീക്ക്നെസ് എവിടെയാണ്, जहाँ तेरी कमजोरी നിനക്ക് है, ബലഹീനത എവിടെയാണ്, जहाँ तेरी ആ कमजोरी है, ഏരിയ ഫില്ല് ചെയ്യാൻ വേണ്ടി उस एरिया को पूरा करने ഞാൻ के നിന്റെ लिए സഹോദരനെ കൂടെ വിളിച്ചു. तेरे भाई को साथ में बुलाया। നിനക്ക് മിണ്ടാൻ അറിയത്തില്ലെങ്കിലും तुझे बात करने नहीं നിന്റെ आता, സഹോദരൻ നല്ല ഒന്നാം തരം ഒരു എന്താ പറയുന്നത് പ്രഭാഷകനാണ്. कि तेरा ഹല്ലേലൂയ. भाई जो अच्छी तरह से एक बात करता ഞാൻ है। അങ്ങനെ ഇമാജിൻ ചെയ്യുക കേട്ടോ. मैं ऐसे इमेजिन कर रहा है, മോശയ്ക്ക് സംസാരിക്കാൻ അറിയത്തില്ലെങ്കിലും अगर मूसा को बातचीत करने नहीं അഹരോൻ आते, ഭയങ്കര eloquent ആ കേട്ടോ. कि अहरोन जो है बहुत ദൈവം ही പറഞ്ഞു, ഞാൻ सामर्थ्यशाली അവനെ है, തെരഞ്ഞെടുത്തിരിക്കുകയാണ്. मतलब मैंने उसे चुना है, നിനക്ക് പറ്റാത്തത് അവൻ ചെയ്തോളും കേട്ടോ. जो तुझसे नहीं होगा वो करेगा। അല്ല സഭ അങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നത്. कलीसिया उस प्रकार कार्य करता ഒരാൾക്ക് है, പറ്റാത്തത് മറ്റൊരാൾ ചെയ്യണം. एक से जो नहीं होता दूसरा करना। हमें എല്ലാവർക്കും പ്രാർത്ഥിക്കാനുള്ള വരമില്ല. सब लोग प्रार्थना करने का പക്ഷെ वरदान नहीं है, ചിലർക്കുണ്ട് അവര് ശക്തമായി പ്രാർത്ഥിച്ചോണം. कुछ लोगों को सामर्थ से प्रार्थना करना है, ചിലർക്ക് പ്രസംഗിക്കാൻ കൃപ, किस लोगों को प्रचार करने का അവർ है, അത് ചെയ്തോണം. उनको वो करना है। ആമീൻ പറഞ്ഞ് സ്വീകരിച്ചാട്ടെ. आमीन बोल के स्वीकार करो ദൈവത്തിന്റെ പെർഫെക്റ്റ് പ്ലാൻ നടത്താൻ വേണ്ടി कि परमेश्वर का सिद्ध इच्छा करने के लिए ദൈവത്തിന്റെ പ്രൊവിഷൻസ് ഉണ്ട്. परमेश्वर का पद्धति Can है। somebody say? क्या कोई कह सकता है ദൈവത്തിന്റെ പെർഫെക്റ്റ് പ്ലാനിന് വേണ്ടി परमेश्वर का सिद्ध इच्छा के लिए ദൈവത്തിന്റെ പ്രൊവിഷൻസ് ഉണ്ട്. परमेश्वर का प्रबंध है, Not in your proportion, कि मेरे सोच से but नहीं, in the heavenly proportion. कि परमेश्वर की योजना से। എത്ര പേർക്ക് മനസ്സിലാകുന്നു? कितने लोगों को समझ में आ रहे हैं മാനുഷികമായ അളവിലല്ല कि इंसानिक तौर के नाप से വചനം नहीं, പറയുന്നു. वचन कहता है സ്വർഗത്തിലെ മഹിമയുടെ ധനത്തിനൊത്തവണ്ണം, कि स्वर्ग के महिमा का धन के हिसाब से, not in earthly proportion, कि दुनिया के वचन but से in नहीं, नाप heavenly से नहीं, proportion, कि स्वर्ग की नाप से, divine proportion, किस ईश्वरीय नाप divine से, resource. कि ईश्वरीय रिसोर्ता से। ഹല്ലേലൂയ. ഒരു ബാലകന്റെ കയ്യിലിരിക്കുന്ന 5 അപ്പവും 2 മീനും, एक बालक के पास अब 5 रोटी और 2 मछली, നിങ്ങൾക്കറിയാമോ അതിനകത്തൊന്നൊരു ഡിവൈൻ പ്രൊപ്പോർഷന്റെ മഹത്വം കാണാൻ कि പോകുകയാണ്. उसके अंदर से एक ईश्वरी नाप को हम देखने वाला നിന്റെ है, പോക്കറ്റിലെ പൈസ കൊണ്ട് നടക്കാത്തത്. जो तेरे जेब के पैसे से नहीं होगा। നിങ്ങൾ കേൾക്കുന്നുണ്ടോ? क्या तुम सुन रहे നിന്റെ हो? പോക്കറ്റിലെ പൈസ കൊണ്ട് നടക്കാത്തത്. जो तेरे जेब के पैसे से नहीं होगा। ഒരു ബാലകൻ കഴിക്കാൻ കൊണ്ടുവന്ന 5 അപ്പം 2 മീനിൽ നിന്ന് മുഴുവനും തൃപ്തി പ്രാപിക്കുന്ന മിറക്കിളായി മാറിയെങ്കിൽ, एक बालक के पास का जो 5 रोटी और 2 मछली से सब लोग तृप्त हो गए, ऐसा एक चमत्कार हुआ तो നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ അസാധ്യമായ പദ്ധതികൾ तेरे बारे जो परमेश्वर का असंभव जो അതെങ്ങനെ योजना है, നടക്കും നീ ചിന്തിക്കണ്ട. वो कैसे होगा तुझे नहीं അത് നിന്റെ सोचना है, കാര്യമല്ല. वो तेरी जरूरत നിന്റെ नहीं है। കാര്യം ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി നിന്നു കൊടുക്കുക आमेन എന്നുള്ളതാണ്. आमेन हालेलुया। तेरा जो काम है वो परमेश्वर का इच्छा के लिए खड़ा होना है। പദ്ധതി ഇണക്കിയവൻ, പദ്ധതി തയ്യാറാക്കിയവൻ, ഹല്ലേലൂയ, പെർഫെക്റ്റ് പ്ലാനിനെ തയ്യാറാക്കിയവൻ അവന്റെ ഡിവൈൻ റിസോഴ്സിൽ നിന്ന് നിങ്ങളെ ഉപയോഗിക്കും, ആ പദ്ധതിയെ പൂർത്തീകരിക്കും. जो सिद्ध इच्छा बनाया है उसका मार्ग भी वो खोलेगा, उसके लिए जो प्रबंध भी वही स्वयं करेगा। പെർഫെക്റ്റ് പ്ലാനിന് सिद्ध इच्छा के लिए, പെർഫെക്റ്റ് പ്രൊവിഷൻ ഉണ്ട്. कि सिद्ध इच्छा के लिए सिद्ध प्रबंध भी है, പ്രൊവിഷൻ ഉണ്ട്. सिद्ध प्रबंध है। ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നിങ്ങൾക്കറിയാമോ ലോത്തെ क्या तुम्हें पता है लोथ ആ പർവ്വതത്തിലേക്ക് ഓടിപ്പോ. उस पहाड़ की ओर भाग। ലോത്ത് പറഞ്ഞു പറ്റത്തില്ല, लोथ बोला नहीं होगा, എനിക്കൊരു പെർമിഷൻ തരണം, मुझे एक इजाजत दे, കോംപ്രമൈസ് ചെയ്യണം, कॉम्प्रोमाइज कर, ഇവിടെ ഞാൻ പൊയ്ക്കോളാം. मैं यहाँ जाएगा। ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ആവർത്തിക്കട്ടെ. मैं जो पिछली बार बोला मैं दोहराता हूं, ലോത്ത് ആ പർവ്വതത്തിലേക്ക് ഓടിപ്പോയിരുന്നെങ്കിൽ अगर लोथ उस पहाड़ की ओर जाता तो ലോത്തിന്റെ ഫ്യൂച്ചറിനുള്ളത് അവിടെ പ്രൊവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. लोथ का जो भविष्य का जो भी है वहां प्रबंध था। അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, अब्राहम से कहा, അബ്രഹാമേ अब्राहम നീ നിന്റെ ഏകജാതനാകുന്ന മകനുമായി
ആ മലയിലേക്ക് പോകുക. कि तू तेरा एक लौता पुत्र को उसके साथ तू उस पहाड़ पे जा. 3 ദിവസത്തെ വഴിയാ. 3 दिन का रास्ता है. അബ്രഹാം പറഞ്ഞില്ല. अब्राहम ने नहीं ഈ कहा വിറക് കെട്ട് 3 ദിവസം എടുക്കണം. कि ये जो लकड़ियों को 3 दिन उठाना है. കർത്താവേ അവിടെ വരെ പോണോ? परमेश्वर वहां तक जाना है क्या? എന്റെ ഈ പറമ്പിൽ അപ്പുറത്തൊരു യാഗപീഠം ഉണ്ടാക്കിയിട്ടുണ്ട്. कि मैंने अपने बगीचा में അബ്രഹാം താമസിക്കുന്നിടത്ത് ഒരു യാഗപീഠമുണ്ട്. वहाँ एक बलिपीठ है. ഇവിടെ ബലി കഴിച്ചാ പോരെ? यहाँ बलि चलाऊं क्या? എന്തിനാ ആ പർവ്വതം വരെ പോകുന്നത്? क्यों उस पहाड़ तक जाना ദൈവം है? പറയും, परमेश्वर എടാ, നീ कहेगा ഇവിടെ കോംപ്രമൈസ് ചെയ്താൽ अगर तू यहाँ कॉम्प्रोमाइज ഈ करेगा യാഗപീഠത്തിൽ നിന്റെ മകൻ തീരും. कि इस बलि में तेरा പക്ഷെ बेटा ഞാൻ जो खत्म പറഞ്ഞ होगा. പർവ്വതത്തിലേക്ക് നീ നടന്നാൽ अगर मैंने जो कहा उस पहाड़ की ओर तू चलेगा യഹോവയുടെ പർവ്വതത്തിൽ അവൻ വെളിപ്പെടും. कि यह परमेश्वर का पहाड़ पे प्रकट അവൻ होगा. യഹോവ ഇരയാണ്. वो यहोवा इरे है. അവൻ പ്രൊവൈഡ് ചെയ്യുന്ന वो ദൈവമാണ്. प्रबंध करने वाला നിന്നോട് परमेश्वर है. നടക്കാൻ പറഞ്ഞ ദൂരെ നടക്കാൻ തയ്യാറായാൽ अगर तुझे जितना दूर चलने को बोलता तू दूर ദൂരെ चलेगा. കൂടുതലെന്ന് നീ പറയരുത്. तू ये नहीं बोला दूरी ज्यादा है. യഹോവയുടെ പർവ്വതത്തിൽ അവൻ നിനക്ക് വേണ്ടി വെളിപ്പെടുമെന്ന് कि यहोवा का അതല്ല, पहाड़ तो तेरे लिए റംശഖമന. प्रकट होगा. അവിടെ നിനക്ക് വേണ്ടി ചിലത് ഒരുക്കിയിട്ടുണ്ട്. वहाँ तेरे लिए कुछ प्रबंध किया है. നീ കോംപ്രമൈസ് ചെയ്ത സ്ഥലത്ത് तू जहाँ कॉम्प्रोमाइज किया है it's difficult to see the provision of God. वहाँ तू परमेश्वर का प्रबंध को But if you देखना are नामुमकिन ready है. to walk towards your perfect plan, अगर तू सिद्ध इच्छा के लिए जाने को तैयार है. I mean the perfect plan of God, मैं कहता हूँ कि सिद्ध इच्छा जो परमेश्वर you का will है see the provision of God there. तुम परमेश्वर का वह प्रबंध को देखोगे. യഹോവ ഇരേ. यहोवा इरे. യഹോവ ഇരേ എന്ന പദത്തിന്റെ അർത്ഥം എന്താ? यहोवा इरे का पद का अर्थ क्या ഓ, है? അവൻ പ്രൊവൈഡ് ചെയ്യുന്ന ദൈവമാ. वो प्रबंध करने वाला परमेश्वर है. എന്തുകൊണ്ട് പ്രൊവൈഡ് ചെയ്തു? क्यों प्रबंध करेंगे? നടക്കാൻ ചെല്ലാൻ പറഞ്ഞ പർവ്വതം വരെ നടന്നതുകൊണ്ട്. क्योंकि जहाँ तक जाने को वाला उस पहाड़ तक तू गया इसके Are you ready लिए. to accept your call in your life? क्या तुम तुम्हारा बुलावट को स्वीकार करने Each को of you तैयार है? have a special call, हर व्यक्ति को एक खास a बुलावट है. unique call. एक यूनिक है. Do not do something which is compromised. ऐसा कोई काम मत करो जो समझौता का Be है. in the perfect plan of God. परमेश्वर का सिद्ध इच्छा Do में not रहो. go for plan B or C. कि तुम प्लान बी या सी के लिए Plan मत A जाओ. is the perfect plan. प्लान ये जो है सही Can सिद्ध somebody है. say, I want to be there in the perfect will of God? क्या कोई कह सकते हैं मैं परमेश्वर का सिद्ध इच्छा में होना चाहता हूँ? നിങ്ങളുടെ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. आपके जीवन में पराजित हुआ होगा. നിങ്ങളുടെ പെർഫെക്റ്റ് പ്ലാനിലേക്ക് നിങ്ങൾ നടന്നപ്പോൾ जब तुम इसी इच्छा में तुम चला you may have stumbled, आप गिरा होगा. you may got delayed to reach there. आपको धैर्य हुआ रहेगा वहां पहुंचने के लिए. ഹലോ, നിങ്ങളുടെ പെർഫെക്റ്റ് പ്ലാനിലേക്ക് നിങ്ങൾ നടന്നപ്പോൾ ഇടറിയിട്ടുണ്ടാകാം, हो सकता है कि आपके जब परफेक्ट इच्छा में जा रहा था താമസിച്ചിട്ടുണ്ടാകാം. तुम देरी हो गया. പക്ഷെ ദൈവം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. लेकिन परमेश्वर वहां നിങ്ങളിൽ इंतजार എത്ര कर रहे പേർക്കറിയാം? हैं. आप में से कितने लोग जानते ദൈവം हैं കളഞ്ഞിട്ട് പോകത്തില്ല. परमेश्वर छोड़ के नहीं जाएगा. ദൈവം നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ദൈവമാണ്. परमेश्वर हमारे लिए वेट करने वाला परमेश्वर है. വഴിയരികിൽ പതികനായി കാത്തിരിക്കും ദൈവം എന്ന് പണ്ട് നമ്മൾ പാട്ട് പാടുമായിരുന്നു അല്ലേ? ഹല്ലേലൂയ. അറിയാൻ മോനെ പാട്ട്? വഴിയരികിൽ പതികനായി കാത്തിരിക്കുന്ന ദൈവം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, നിങ്ങൾ ഇങ്ങനെ നടന്നു വന്ന വഴിക്ക്, आप सोचिए आप ऐसे चल के जा रहे हैं, ഹല്ലേലൂയ, നിങ്ങൾ വഴി വിട്ടങ്ങ് പോയി, आप रास्ता छोड़ के गया. യേശു അവിടെ കാത്തിരിക്കുക. यीशु वहां इंतजार करके बैठ തിരിച്ചു रहे हैं. വരുന്നിടം വരെ. आप लौट आने तक. आमीन. Can you believe that? क्या तुम विश्वास कर सकते हो? നിങ്ങൾ പേടിച്ചാ തിരിച്ചു വന്നത്. आप डर के लौट ഈ आया. അബദ്ധം പറ്റി. मुझसे गलती हुआ. യേശു പോയി കാണും. यीशु गया होगा. പക്ഷെ നിങ്ങൾ നോക്കുമ്പോൾ എന്താണെന്നറിയാ? जब आप देखते तो क्या है? യേശു ദേണ്ടേ यीशु देखो കനലിന്മേൽ ഹല്ലേലൂയ മീനൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി ഹല്ലേലൂയ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. आप देखो तो आप आया तो क्या है कि यीशु मच्छी सब तैयार करके आपके लिए इंतजार कर रहे हैं. പത്രോസ് 7 ശിഷ്യന്മാരും കൂടി പത്രോസ് ഇൻക്ലൂഡിംഗ് പീറ്റർ 7 ശിഷ്യന്മാരും കൂടി മീൻ പിടിക്കാൻ അങ്ങ് പോയി. पतरस और चेले जो है मछली पकड़ने गए ആത്മീയ ഭാഷയിൽ പിന്മാറ്റമാണ്. कि आत्मिक भाषा में पीछे हट गए. ഞാൻ കഴിഞ്ഞ ഒരു പ്രാവശ്യം പറഞ്ഞതാ, मैं पहले एक बार कहा है ഒരുത്ത പിന്മാറിയ കൂടെ 6 എണ്ണത്തെ കൂടെ കൊണ്ടുപോകും. अगर एक जन पीछे हटे तो साथ में और 6 को लेके जाएंगे. പത്രോസാ പിന്മാറിയത്. पतरस पीछे हटा. പത്രോസാ പറഞ്ഞു ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. पतरस बोले मैं मछली पकड़ने जा അപ്പൊ रहा हूँ. ബാക്കി 6 പേര് പറഞ്ഞു ഞങ്ങളും വരുന്നെന്ന് പറഞ്ഞു. बाकी 6 बोले हम भी आ रहे हैं. അതിനകത്ത് എല്ലാവരും മീൻപിടുത്തക്കാരല്ല. उसमें सब लोग मछली पकड़ने वाले नहीं थे. ആൻഡ്രൂസും യാക്കോബും യോഹന്നാനും മീൻപിടുത്തക്കാരാ. एंड्रोस याकूब യോഹന്നാൻ जो 4 मछली പേര് पकड़ते മീൻപിടുത്തക്കാരാ കേട്ടോ. 4 जन मछली ബാക്കി पकड़ने वाले. മൂന്നോ? बाकी 3 അതിനകത്ത് ഒരുത്തന് ചുങ്കക്കാരനായിരുന്നു അല്ലേ? उसमें से एक चुंगा लेने वाले थे. ഹല്ലേലൂയ. ടാക്സ് കളക്ടർ ആയിരുന്നു. അവൻ പറഞ്ഞു ഒരു പുതിയ ജോലി പഠിക്കാൻ ഞാനും വരുവാന്ന് പറഞ്ഞു. उसने बोला एक नया काम सीखने में भी आ रहा നീ हूँ. പിന്മാറിപ്പോയാൽ तू पीछे हटेगा ചിലപ്പോൾ तो ചിലരെ പുതിയ പണി പഠിപ്പിക്കും.
कुछ लोगों को नया काम सिखाएगा, അതുകൊണ്ട് പിന്മാറിപ്പോകരുത്. इसके पीछे नहीं हटना है, ഒറ്റയ്ക്കല്ല പിന്മാറുന്നത്, अकेला नहीं, നിന്നോട് കൂടെ നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് പിന്മാറിപ്പോകും. तेरे साथ रुकने वाले एक झुंड जो है पीछे हट അപ്പൊ जाएगा. പിന്മാറിപ്പോയ പത്രോസും കുറെ ശിഷ്യന്മാരും तो पीछे जो हटा वो पत्थरों से वचन कुछ എന്താ चेले, പറയുന്നത്? वचन क्या कहता है? യേശു കടൽക്കരയിൽ വന്നിട്ട് यीशु जो नदी के पास आके, झील के पास आके, वो കടലിൽ മേൽ ചുട്ട അല്ല ഭക്ഷണവുമായിട്ട് റെഡി ആയിട്ട് ഇരിക്കുക. यीशु वहां आके क्या किया? भोजन को सब तैयार करके वहां बैठा है. Jesus is waiting for you. यीशु तेरे लिए इंतजार Turn कर to रहा your है. neighbor and say, फिर आपके पड़ोसी को मुड़ के brother, कहो, you may stumble, भाई आप ठोकर गिरा you होगा, may got delayed, आप देरी हुआ but रहेगा, Jesus is waiting for you. पर यीशु आपका वेट कर रहा है. Hallelujah. യേശു നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. यीशु आपके लिए इंतजार कर യേശുവിന് रहा है. അബദ്ധം പറ്റത്തില്ല. यीशु से गलती नहीं होगा. Hallelujah. വിദ്വാൻമാർ നക്ഷത്രം കണ്ട് അങ്ങ് യേശുവിനെ കാണാൻ വന്നു. बुद्धिमान जो है कि तारों को देख के यीशु के पास आया, നക്ഷത്രം കണ്ടിട്ടാ വന്നത്. कि तारों को देख के ഇടയ്ക്ക് आया. വന്നപ്പോൾ जब बीच में आया, അവരുടെ ബുദ്ധി ഒന്ന് വർക്ക് ചെയ്തു. उनका बुद्धि काम किया. അവര് പറഞ്ഞു, उन्होंने कहा, ഇത്ര നേരം നക്ഷത്രം നോക്കിയാ നടക്കുന്നത്, इतना देर में तारा देख के चला, ഇത്ര നേരം ഡിവൈൻ ഗൈഡൻസാ, कि अभी तक जो ईश्वरी गाइडेंस ഇത്ര था, നേരം സൂപ്പർ നാച്ചുറൽ ഗൈഡൻസാ. अभी तक सुपर नेचुरल में था. അവിടെ വന്നപ്പോൾ വിദ്വാൻമാരല്ലേ, ബുദ്ധിമാൻ ബുദ്ധിമാനല്ലേ. ഹല്ലേലൂയ. वो बुद्धिशाली थे. അവരെന്ത് ചെയ്തെന്നറിയാം? उन्होंने क्या किया? അവരുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് പറഞ്ഞു, उनके बुद्धि से कहा, ഹല്ലേലൂയ, ഈ രാജാവ് എവിടാ ജനിക്കുന്നത്? ये राजा कहाँ जन्म होगा? കുടിലി വല്ല രാജാവ് ജനിക്കുവോ? क्या झोपड़ में राजा जन्म होगा? ജനിക്കുവോ? जन्म होगा? രാജാവ് കൊട്ടാരത്തിലേ ജനിക്കത്തുള്ളൂ. राजा जो है യഹൂദന്മാരുടെ महल में രാജാവ് होगा. ജനിച്ചെങ്കിൽ എവിടെ ജനിക്കുന്നത്? यहूदियों का राजा कहाँ जन्म അത് होगा? രാജ കൊട്ടാരത്തിലാ. और राज महल में. രാജാവാരാ? ഹെരോദാവാ. राजा कौन है? हेरोदा. അവന്റെ വീട്ടിൽ പോയി ചോദിക്കാം. उसके घर पे जाके ഇത് पूछेगा. ബുദ്ധി കൊണ്ട് വർക്ക് ചെയ്താലുള്ള കുഴപ്പം. ये है बुद्धि से काम करेगा. ശരിയല്ലേ? तो ഹെരോദാവിന്റെ വീട്ടിൽ പോയി ഏത് പോരാത്ത ഹെരോദാവിനോട് ചോദിച്ചു, രാജാവ് എവിടെ ജനിച്ചെന്ന് ചോദിച്ചു. और हेरोदा से पूछते कि राजा किधर है. ആ ഒറ്റ മിസ്റ്റേക്ക് കൊണ്ട് वो एक गलती से അനേക അമ്മമാർക്ക് കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടു. बहुत सारे माओं को बच्चे खो गया. ഒറ്റ മിസ്റ്റേക്കാ. एक गलती. ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ബുദ്ധി കയറി പ്രവർത്തിച്ചിട്ട് ഡിവൈൻ ലീഡിങ്ങിൽ നിന്ന് വിട്ടുപോയതാ കാരണം. कि एक क्षण के लिए क्या है कि जो ईश्वरीय मार्ग से हटके हमने പക്ഷേ बुद्धि से काम किया. തിരിച്ച് ഇവർ ഇറങ്ങി വന്നപ്പോൾ जब वो लौट के आया, ഇവരോർത്ത് എന്താണെന്നറിയോ? उन्होंने क्या सोचा? നക്ഷത്രം അവരെ വിട്ടങ്ങ് മുന്നോട്ട് പോയെന്ന്. कि तारा उनको छोड़ के आगे गया होगा. തിരിച്ചിറങ്ങി വന്നപ്പോൾ जब लौट के आया, വേദപുസ്തകത്തിൽ വളരെ പ്രസിദ്ധമായ ഒരു വാക്യമാണ്. कि वचन का सबसे एक മാത്യു अच्छी ചാപ്റ്റർ बात 2 है. വേഴ്സ് 10 ആണെന്ന് എനിക്ക് തോന്നുന്നു. मत्ती 2 का 10 से मुझे लगता है നക്ഷത്രം കണ്ടതുകൊണ്ട് कि जब അവർ तारा देखा അത്യന്തം സന്തോഷിച്ചു. वो बहुत आनंदित എന്ന് हुआ. പറഞ്ഞാൽ जिसका मतलब കർത്താവേ, ഞങ്ങൾ ലേറ്റ് ആയെങ്കിലും, परमेश्वर हम देरी ഞങ്ങൾ हुआ, വഴിതെറ്റിപ്പോയെങ്കിലും हम നീ भटक ഞങ്ങൾക്ക് गए, വേണ്ടി കാത്തിരിക്കുന്നുണ്ടല്ലോ. तू हमारे लिए इंतजार कर रहे प्रभु. ഞാന് ഒരു പിക്ചർ കണ്ടിട്ടുണ്ട്. पासवान ने एक पिक्चर देखा है. നമ്മളിങ്ങനെ നടന്നു വന്ന വഴിക്ക് हम जब चल के जाते हैं मार्ग നമ്മൾ पे, ദൈവത്തിന്റെ പദ്ധതി വിട്ടങ്ങ് വെളിയിൽ പോയി. हम परमेश्वर की योजना छोड़ के बाहर गए. വേറെ ഒരു ലെഫ്റ്റ് ടേൺ എടുത്ത് അങ്ങ് പോയി. हम एक लेफ्ट टर्न लेके चले गए. നാക്കയിൽ യേശു ഒരു കുടില് ഒരു ടെന്റ് ഒക്കെ കെട്ടി, ഹല്ലേലൂയ, തീയൊക്കെ ഉണ്ടാക്കി ഫുഡൊക്കെ ഉണ്ടാക്കി നിനക്ക് വേണ്ടി റെഡി ആയിട്ടിരിക്കുക, നീ തിരിച്ചു വരുന്നിടം വരെ. ഹല്ലേലൂയ. और यीशु क्या कर रहे? एक तंबू बना के बोलते ना, खाना सब बना That's पका a के वहां तेरे beautiful वेट picture. कर रहे तू ഗൂഗിളിൽ लौट സെർച്ച് आने के लिए. ചെയ്താൽ പിക്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ആ പിക്ചർ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു പടമാണത്. वो ഹല്ലേലൂയ. बहुत पसंद किया हुआ एक पिक्चर है. ജീസസ് ഈസ് വെയിറ്റിംഗ് ഫോർ യു. यीशु इंतजार कर रहे ഇന്ന് हैं. പകൽക്കാലം പരിശുദ്ധാത്മാവ് ചിലരോട് പറയുന്നു, आज पवित्र आत्मा कुछ लोगों से कहता ദൈവത്തിന് है നിങ്ങളെ കുറിച്ചുള്ള പെർഫെക്റ്റ് പ്ലാനിൽ നിന്ന് कि परमेश्वर का आपके ऊपर जो सिद्ध इच्छा है, അല്പസമയത്തേക്ക് ദൂരെ പോയിട്ടുണ്ടാകാം. कुछ क्षण के लिए आप दूर गया होगा, പക്ഷേ യേശു നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക. लेकिन यीशु आपके लिए इंतजार कर रहे കാരണം हैं, യു ഹാവ് എ യൂണിക് കോൾ. क्योंकि आपको एक यूनिक कॉल എല്ലാവരും है. പറഞ്ഞിട്ട് എന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതി യൂണിക് ആണ്. हर एक जन बोले परमेश्वर को मेरे बारे में एक I खास do not योजना want to है. run for a compromised plan. मुझे एक समझौता पद्धति के लिए नहीं And there is भागना है. another plan called permissive will. Permissive will. दूसरा है इजाजत देने वाला പല इच्छा. പ്രാവശ്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമാണ്. मैं बहुत बार ये बताया हुआ है ദൈവം നമ്മളോട് പറഞ്ഞു, നിന്റെ ജീവിതത്തെ കുറിച്ച് എന്റെ പദ്ധതി ഇതാ. कि परमेश्वर बहुत बार बोला मेरे तेरे जीवन അപ്പോൾ में നമ്മൾ ये പറഞ്ഞു, योजना है. എനിക്കത് വേണ്ട കർത്താവേ, हमने बोला वो नहीं चाहिए परमेश्वर, എനിക്ക് ഇത് മതി, मुझे यही बस, ഇത് മതി എനിക്ക്. मुझे यही बस. നിർബന്ധം പിടിക്കുക കേട്ടോ. हम जबरदस्ती कर रहे हैं. നിർബന്ധം പിടിച്ചു കഴിഞ്ഞപ്പോൾ जब जबरदस्ती किया, അവസാനം കർത്താവ് പറഞ്ഞു, ഞാൻ എടുത്തോളാം പറഞ്ഞു. अंतिम परमेश्वर പക്ഷെ ठीक है, ले അതിന് ले. കൂടെ ഉള്ളത് എന്തൊക്കെ പ്രശ്നമുണ്ട് അതുകൂടെ നീ ചുമന്നോണം लेकिन കേട്ടോ. उसके साथ जो भी समस्या सब അതിന് तुझे उठाना പറയുന്നതാണ് है. പെർമിസീവ് ഇല്ല. उसको कहता है इजाजत देने वाला इच्छा. ബിലിയാമിനോട് ദൈവം പറഞ്ഞു പോകരുത്. बिलियाम से कहा कि तू ബിലിയാം मत जा. പറഞ്ഞു, കർത്താവ് എന്നെ ഒന്ന് വിടണം കേട്ടോ. बोले मुझे एक बार छोड़. ഹല്ലേലൂയ. ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്. बहुत सारी चीजें मुझे അവിടെ करना പോയാൽ है. എന്റെ കാര്യങ്ങളൊക്കെ നടക്കും. वहां जाके तो सब होगा. നീ
പറയുന്നതേ ഞാൻ പറയത്തുള്ളൂ. तू जो बोले वही कहेगा. പെർഫെക്റ്റ് വില്ലല്ല. सिद्ध इच्छा God नहीं है. gave him a permission. परमेश्वर उसको So that इजाजत kind of दिया. will is called permissive will. वैसे उसको कहते हैं इजाजत देने वाला. ദൈവത്തിന് ഹിതമല്ലാത്ത കാര്യം നിങ്ങൾ വാശി പിടിച്ചു പറയും ഇത് തന്നെ എനിക്ക് വേണം. परमेश्वर का जो इच्छा नहीं है आप जबरदस्ती बोलते आपको यही चाहिए. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ आपको समझ में आ रहा है? എല്ലാവരും പറഞ്ഞിട്ട് എനിക്ക് പെർഫെക്റ്റ് വില്ല് മതി. सभी लोग मुंह खोल के बोलो मुझे सिद्ध എന്നെ इच्छा ही കുറിച്ചുള്ള बस. ദൈവത്തിന്റെ പെർഫെക്റ്റ് വില്ല് मेरे बारे में परमेश्वर की सिद्ध इच्छा है. അത് തിന്മയ്ക്കല്ല നന്മയ്ക്കത്തെ. वो बुराई के लिए नहीं भलाई ആ के लिए है. പെർഫെക്റ്റ് വില്ലിൽ എനിക്ക് വേണ്ടിയുള്ള എല്ലാ പ്രൊവിഷനും ഉണ്ട്. और सिद्ध इच्छा में मेरे लिए सारे प्रबंध എന്റെ है. കോൾ യൂണീക്ക് ആണ്. मेरा जो बुलावट है अनोखा है. മറ്റാരും അത് ചെയ്യാൻ പറ്റത്തില്ല. दूसरा कोई वो नहीं कर सकता. ഞാൻ ചെയ്യേണ്ട ജോലി ഞാൻ ചെയ്തില്ലെങ്കിൽ जो मुझे करना है वो काम मैं नहीं ആ करेगा तो ഭാഗം എംപ്റ്റി ആയി കിടക്കും. वो जो भाग है शून्य रहेगा. ഹല്ലേലൂയ. हालेलुया. നിങ്ങൾ ചിന്തിക്കല്ലേ ഹല്ലേലൂയ മറ്റാരെങ്കിലും അത് ചെയ്യുമെന്ന്. आपको ये नहीं सोचते हो दूसरा कोई करेगा. ദൈവം ജനത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി മറ്റാരെങ്കിലും ഉപയോഗിക്കുമായിരിക്കും. परमेश्वर लोगों के उद्धार के लिए किसी और को उपयोग करेगा. പക്ഷെ നിങ്ങളുടെ ആബ്സൻസ് ചില മേഖലകളിൽ ചില പ്രവൃത്തിയെ വൈകിപ്പിക്കും. മറന്നു लेकिन പോകരുത്. आपकी जो बोलते हैं ना कि नहीं पहुंचना कुछ मंडल में कुछ जगह पे वो गैप डालेगा. നമുക്ക് പരിശുദ്ധാത്മാവ് ചിലരെ നോക്കി പറയാം. आज के दिन पवित्र आत्मा कुछ लोगों Come को back देखेंगे to the original plan of God. कि परमेश्वर का सिद्ध इच्छा में How many लौटा. of you are ready to come back to the original plan of God? कितने लोग तैयार है परमेश्वर की सिद्ध इच्छा में आने के लिए. ഇങ്ങനെ പറഞ്ഞാട്ടെ, आज इस प्रकार के हैं. കർത്താവ് എന്നെ കുറിച്ചുള്ള നിന്റെ പദ്ധതി നീ എനിക്ക് വെളിപ്പെടുത്തണം. परमेश्वर मेरे बारे में तेरी योजना मुझे प्रकट कर. അത് അപ്രമേയമാണ്, അഗോചരമാണ്. ഹല്ലേലൂയ. That is unexplainable. ഹല്ലേലൂയ. वो विवरण नहीं कर सकता है. അതുപോലെ വലിയ പ്ലാനാണ്. वैसा बड़ा योजना है. എനിക്ക് വേണ്ടി हमें നീ പ്രവർത്തിക്കണം, ഒന്ന് വെളിപ്പെടുത്തണം. तू मुझे लिए कार्य कर वो प्रकट कर. ലോത്ത് നീ ആ പർവ്വതത്തിൽ പോയിരുന്നെങ്കിൽ लोग अगर तू उस पहाड़ पे जाता ഫ്യൂച്ചറിന്റെ പ്രൊവിഷൻ അവിടെ ഉണ്ടായിരുന്നു. तेरे भविष्य का जो प्रबंध है वहां है. നിന്റെ മക്കളുടെ ഭാവി അവിടെ ഉണ്ടായിരുന്നു. तेरे बच्चों का भविष्य वहां നിന്റെ है. മക്കളുടെ കുടുംബജീവിതം അവിടെ ഉണ്ടായിരുന്നു. तेरे बच्चों का कुटुंब जीवन പക്ഷെ നീ वहां है. കോംപ്രമൈസ് ചെയ്തതുകൊണ്ട് लेकिन जब तूने समझौता നിന്റെ किया മക്കളുടെ ഭാവി ഇല്ലാത്തടത്താ നീ പോയി വീണത്. जहां तेरे बच्चों का भविष्य नहीं वहां जाके तू गिरा. ദൈവമക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം. पर मेरे बच्चों आपको एक നിങ്ങൾ चीज എടുക്കുന്ന जानना है. ഓരോ ഡിസിഷൻസും आपका हर एक निर्णय നിങ്ങളെ മാത്രമല്ല केवल आपको ही नहीं നിങ്ങളുടെ പല തലമുറയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. आपके बहुत सारे पीढ़ियों को इन्फ्लुएंस അതുകൊണ്ട് करता है. തെറ്റായ തീരുമാനം മാതാപിതാക്കൾ എടുക്കരുത്. इसके लिए गलत निर्णय माता You are पिता not नहीं लेना है. just deciding your future, आप केवल आपका भविष्य को निर्णय नहीं but कर you रहे are deciding, hallelujah, number of generation of future ആണ് നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത്. आप बहुत सारे पीढ़ियों का जो भविष्य को आप So निर्णय you ले रहे must हैं. take the right spiritual decision. आपको सही आत्मिक निर्णय लेना Do है not compromise with spiritual things. कि आत्मिक विषयों में समझौता नहीं Be करना in है. the perfect will of God. परमेश्वर का सिद्ध इच्छा में रहो. നിങ്ങൾ എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? आप सभी लोग सुन रहे हैं ना. നിങ്ങളോട് ഈ വചനത്തിലൂടെ ദൈവം സംസാരിക്കുന്നുണ്ടോ? आपसे वचन से परमेश्वर बात कर रहे ഒത്തിരി हैं क्या? കാര്യങ്ങൾ മണിക്കൂറുകൾ പറയാനുള്ള വചനം എന്റെ ഹൃദയത്തിൽ നിറയുന്നുണ്ട്. बहुत घंटों बात करने का वचन मेरे दिल में भर रहे വേഗത്തിൽ ഞാൻ മുമ്പോട്ട് പോകുകയാണ്. हैं. मैं जल्द से आगे जाता हूँ. ഇന്ന് നമുക്ക് ലോർഡ് സപ്പറും ഉണ്ടല്ലോ. आज ഹല്ലേലൂയ. प्रभु भोज भी है. ഹല്ലേലൂയ. Hallelujah. Thank you Jesus. അതുകൊണ്ട് വേഗത്തിൽ മുമ്പോട്ട് പോകുകയാണ്. इसके लिए जल्द से जल्द आगे जा रहे हैं. Listen me. ഹല്ലേലൂയ. ഞാൻ എന്താ പറഞ്ഞത്? मैंने क्या कहा? നമ്മളെ കുറിച്ചൊക്കെ ഒരു യുണീക് പദ്ധതി, ഒരു പെർഫെക്റ്റ് വില്ല് ദൈവത്തിനുണ്ട്. हम सबके बारे में एक अनोखा पद्धति परमेश्वर को है. ഇത്രയും തിയറി പറഞ്ഞിട്ട് इतना थियरी कहने के बाद പൗലോസ് പറയുക, पौलुस कहता है അതുകൊണ്ട് ഞാൻ ദൈവത്തിന്റെ ആ ഗ്രേസ്, ആ തിയറി ഓർപ്പിച്ചിട്ട് 11 അധ്യായം ഗ്രേസാ പറഞ്ഞത് കേട്ടോ. 11 वो अनुग्रह के बारे में ഈ कहता है. 11 അധ്യായത്തിലും പറഞ്ഞ തിയറി എന്താ? सब में कहा हुआ लिखित क्या है? ഗ്രേസ്. ग्रेस. ആ ഗ്രേസ് ഓർപ്പിച്ചിട്ട് वो अनुग्रह को याद दिला के ഞാൻ നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുക. मैं आपको बुद्धि कहता हूँ. നിങ്ങൾ ജീവനുള്ള യാഗമായി തീരണം. आप जीवित बलि बनना है. നിങ്ങളെ തന്നെ, നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ മാറ്റണം. आपके हृदयों को आपको बदलना है. ദൈവത്തിന്റെ പെർഫെക്റ്റ് വില്ല് തിരിച്ചറിയണം. परमेश्वर का सिद्ध इच्छा जानना है. आमीन. തിരിച്ചറിഞ്ഞിട്ട് जानने के बाद അടുത്ത പാസേജ് പറയുന്നത് अगले आयत में कहता है ഗ്രേസിന്റെ ഡോക്ടറിനാ കൊടുത്തത്. ग्रेस का जो है अनुग्रह का जो അടുത്ത പാസേജ് लिखित പറയുന്നത് दिया, अगली आयत में कहता है പെർഫെക്റ്റ് വില്ല് തിരിച്ചറിഞ്ഞിട്ട് कि सिद्ध इच्छा जान के ഗ്രേസിൽ ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങണം. कि जो अनुग्रह में आपको कार्य करना है. आमीन. ഗ്രേസിൽ ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങണം. ग्रेस में आपको अनुग्रह में आपको कार्य करना है. മനസ്സിലാകുന്നുണ്ട്? कितने लोगों को समझ में आ रहा है? ഗ്രേസിൽ രക്ഷ പ്രാപിക്കുന്നതിനെ കുറിച്ച് നമുക്കറിയാം. കൃപയാൽ രക്ഷ പ്രാപിക്കുന്നതിനെ കുറിച്ച് നമുക്കറിയാം. हमें पता है कि अनुग्रह से हमने उद्धार पाया. പക്ഷെ കൃപയിൽ ഓപ്പറേറ്റ് ചെയ്യണമെന്നാ പൗലോസ് പറയുന്നത്. पर पौलुस कहते हैं अनुग्रह में हमें कार्य करना है. പ്ലാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ आपका सिद्ध इच्छा जानने के बाद this is my perfect plan from God. Hallelujah. मुझे पता चल गया कि मेरा सिद्ध ഇത് इच्छा क्या है. തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ वो जानने के बाद മനസ്സിലാകുന്നുണ്ടോ?
നിങ്ങളെക്കുറിച്ചുള്ള വിളി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, പെർഫെക്റ്റ് പ്ലാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, आपका जो बुलावट जानने के बाद और इसी दिशा जानने के बाद വാചകത്തിൽ പൗലോസ് പറയാണ്, अगली बात में पौलुस कहता है ഭാവിക്കുന്നതിന്റെ മീതെ ഭാവിച്ച് പിന്നെ ഉയരരുത്. जो है उससे बढ़कर सोच के क्या करना नहीं है, करना नहीं है. भाविക്കുന്നതിന്റെ മീതെ ഭാവിച്ചു ഉയരരുത്. जो आपका सोच है उससे बढ़ के या बुलावट से बढ़ के आपको चलना नहीं है. मतलब आपको कुछ बात प्रभु ने कह के दिया, ये तेरा बुलावट है, कि ദൈവം നമ്മളോട് ചിലത് പറഞ്ഞു തന്നു, ഇത് നിന്റെ വിളിയാ. लेकिन आप उस बुलावट का काम करने के लिए तैयार नहीं है. നമ്മൾ ആ വിളിയെ കുറിച്ചുകൊണ്ട് ചെയ്യാൻ आप തയ്യാറല്ല. उससे बढ़कर कुछ और बातों सोच के बैठा है. നമ്മുടെ വിളിയെക്കാട്ടും വലിയ ചില കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. हेलो, नंबर ऑफ पीपल दे आर डूइंग दैट मिस्टेक. ഒത്തിരി ആൾക്കാർ ഈ തെറ്റ് ചെയ്യാറുണ്ട്. हर व्यक्ति का बुलावट अलग है. എല്ലാ വ്യക്തികളുടെയും വിളി വ്യത്യസ്തമാണ്. मेरा बुलावट अलग है, आपका बुलावट अलग है. എന്റെ വിളി വേറെ, നിങ്ങളുടെ വിളി വേറെ. आपको प्रभु ने बोला ये तेरे बारे में मेरा परफेक्ट विल है. कि ദൈവം നമ്മളോട് പറഞ്ഞു ഇത് നിന്നെ കുറിച്ചുള്ള പെർഫെക്റ്റ് फॉर ഇച്ഛയാണ്. एग्जाम्पल, अगर एक व्यक्ति के प्रभु ने बोला तुझे मैं सिर्फ प्रार्थना करने के लिए बुलाया है, ഒരു വ്യക്തി ദൈവം പറഞ്ഞു ഞാൻ നിന്നെ പ്രാർത്ഥിക്കാനാണ് വിളിച്ചത്. prayer warrior, बहुत बड़ा बुलावट. അത് വലിയൊരു വിളിയാ. പ്രാർത്ഥന വീരൻ, इंटरसेसरी प्रेयर करने वाले, बहुत बड़ा बुलावट है. ഒരു വലിയൊരു വിളിയാ അത്. हालेलुया. लेकिन वो क्या कह रहे बोले, मैं वो कर नहीं पाएगा, ഞാൻ അത് ചെയ്യത്തില്ല. मुझे मंच में खड़ा होना है. എനിക്ക് സ്റ്റേജിൽ നിൽക്കണം. क्योंकि प्रार्थना करने वालों को कौन जानते हैं? कि പ്രാർത്ഥിക്കാൻ നമ്മളെ ആരറിയും? हेलो, प्रार्थना करने वाले को कोई जानते हैं क्या? പ്രാർത്ഥന ചെയ്യുന്നവർ ആരെങ്കിലും അറിയുന്നു? वो बंद कमरे में प्रार्थना कर रहे, അവൻ അടഞ്ഞിരുന്ന റൂമിൽ പ്രാർത്ഥിക്കുന്നത്. वो थोड़ी सेलिब्रिटी बनने वाला है. അവൻ സെലിബ്രിറ്റി ആവത്തില്ല. हालेलुया. लोग उनको जानेगा नहीं, कि ആൾക്കാർ അവരെ उनको അറിയത്തില്ല. अप्रिसिएशन मिलेगा नहीं, അവന് അപ്രീഷിയേഷൻ उनको കിട്ടത്തില്ല. रिकॉग्नाइजेशन मिलेगा नहीं. അവന് റെക്കഗ്നേഷൻ കിട്ടത്തില്ല. सही है ना? ശരിയല്ലയോ? सीक्रेट प्लेस में प्रार्थना कर रहे, സീക്രട്ട് ആയിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കുക. लेकिन वो सबसे बड़ा सेवकाई कर रहे, आत्मिक युद्ध कर रहे, आत्मिक लड़ाई कर रहे. അവൻ ഏറ്റവും വലിയ ശുശ്രൂഷ ചെയ്യുന്ന അവൻ ആത്മിക യുദ്ധങ്ങൾ ചെയ്യുക. तो हम क्या सोचेगा? നമ്മളെന്ത് ചിന്തിക്കും? प्रभु जी मुझे वो प्रोफाइल जमेगा नहीं. ദൈവം എനിക്ക് ആ പ്രൊഫൈൽ I വേണ്ട. want to change my profile. എനിക്ക് എന്റെ പ്രൊഫൈൽ I ചേഞ്ച് want to ചെയ്യണം. become a prophet. എനിക്കൊരു ഭവിഷ്യത്തെ I want ആവണം. to become an apostle. मुझे एक अपोस्तल I बनना want to है. become a big preacher. मुझे बड़ा प्रचारक बनना है. लेकिन आपको जानते हैं, പക്ഷെ നിങ്ങൾ അറിയുന്നു प्रचार करने वालों को दुनिया जानते है, कि പ്രീച്ചിങ് ചെയ്യുന്നവരെ ലോകം അറിയുന്നു. प्रार्थना करने वालों को परमेश्वर जानते हैं. പ്രാർത്ഥിക്കുന്നവനെ ദൈവത്തിന് അറിയാം. हेलो, ഹല്ലേലൂയ. दुनिया आपको जानता नहीं होगा, ലോകം നിങ്ങളെ അറിയത്തില്ലായിരിക്കും. लेकिन परमेश्वर अगर आपको जानते हैं അത് तो ദൈവം നിങ്ങളെ അറിയുന്നെങ്കിൽ that is enough. The child, my dear child of God. അത് മതി. हालेलुया. हालेलुया. ദൈവം നിന്നെ അറിഞ്ഞാൽ മതി. कि परमेश्वर आपको जाने वही काफी है. ദൈവം നിന്നെ അറിഞ്ഞാൽ മതി. परमेश्वर का जानना काफी है. ലോകം നിന്നെ അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. दुनिया भले आपको नहीं जाने, Be there in the perfect will of God. हम परमेश्वर का सिद्ध इच्छा में होना है. हालेलुया. നമ്മൾ പറയും എനിക്കത് പറ്റത്തില്ല, हम बोलेंगे वो हमसे नहीं होगा. എനിക്ക് ആ ശുശ്രൂഷ തരാമെങ്കിൽ. मुझे वो सेवकाई देगा तो. हालेलुया. എല്ലാവർക്കും പാടാനുള്ള കഴിവില്ലുണ്ടോ? सबको गाने का तालीम नहीं है. ഇല്ല പ്രിയമുള്ളവരെ. नहीं है. നമുക്ക് ഈ പാട്ട് പാടുന്ന പിള്ളേരോട് ഭയങ്കര അസൂയ തോന്നും. कि हमें जो गाने वाले बच्चों से बहुत जलन होगा. എന്തൊരു സൗണ്ടാ. कितना साउंड है. ഹല്ലേലൂയ. ഞാൻ പറയും കർത്താവ് എനിക്ക് സ്വല്പം പാടാനുള്ള കഴിവോട് തന്നിരുന്നെങ്കിൽ ഞാൻ ഇവിടെ കർത്താവ് തരത്തില്ല. അങ്ങനെ हम कहेंगे परमेश्वर मुझे नहीं, परमेश्वर नहीं देगा. നമ്മൾ എത്ര കഴിഞ്ഞ് പ്രാർത്ഥിച്ചാലും കർത്താവ് അത്രയും മതി എന്ന് പറയും. कि ഹല്ലേലൂയ. परमेश्वर कितना रो के बोले तो परमेश्वर नहीं, बस ഏൽപ്പിച്ചത് വേറെ ഒന്നാണ്. कि तुझे कुछ और दिया. आमीन. നമ്മുടെ പ്രശ്നം നമ്മെ ഏൽപ്പിച്ചത് നമുക്ക് ചെയ്യാൻ റെഡിയല്ല. हमारा समस्या हमें जो दिया है वो हम करने को तैयार नहीं है. മറ്റു പലതും കർത്താവിനോട് ചോദിച്ചോണ്ട് हम और बहुत सारे दूसरी चीजें मांगते हैं. രഹസ്യം അറിയാമോ? आपको एक रहस्य पता നിങ്ങൾ है? ഏൽപ്പിച്ചതിൽ നിങ്ങൾ വിശ്വസ്തനാണെങ്കിൽ, अगर आपको जो दिया है उसमें आप विश्वस्त योग्य रहेंगे. ആവർത്തിക്കട്ടെ, ഏൽപ്പിച്ചതിൽ വിശ്വസ്തനാണെങ്കിൽ, अगर आपको जो दिया उसमें आप विश्वस्त रहेंगे. അവിശ്വസ്തന് കൊടുത്തതുകൂടെ നിങ്ങൾക്ക് എടുത്തു തരും. जो अविश्वास को जो दिया वो भी तुझे उठा के देंगे. Can आमीन. you believe that? क्या तू विश्वास कर सकते हैं? ഏൽപ്പിച്ചതിൽ ഫെയ്ത്ത്ഫുൾ ആണെങ്കിൽ, जो दिया उसमें आप विश्वास योग्य എന്റെ है. വിശ്വാസം പറയാം, मेरा एक विश्वास है. ഇന്നുവരെ എന്നിൽ ഓപ്പറേറ്റ് ചെയ്യാത്ത കൃപാവരം, आज तक जो मेरे में कार्य नहीं किया ऐसा ഞാൻ मंडल, ഫെയ്ത്ത്ഫുൾ ആണെങ്കിൽ अगर मैं विश्वास योग्य है तो നാളെ ഒരു ദിവസം എന്നിൽ വെളിപ്പെടും. कि ഹല്ലേലൂയ. कल मेरे में प्रकट होगा. ഹലോ, आमीन. നിങ്ങൾ നെഞ്ചത്ത് കൈവച്ചിട്ട് പറഞ്ഞാട്ടെ, आप छाती पे हाथ रख के कहो എന്റെ ശുശ്രൂഷ എല്ലാ കൃപാവരും ഇതുവരെ ഞാൻ പ്രാപിച്ചില്ല. मेरे सेवक के सारे अनुग्रह अभी तक मैं ഞാൻ प्राप्त नहीं ഫെയ്ത്ത്ഫുൾ किया. ആണെങ്കിൽ अगर मैं विश्वास योग्य ചിലപ്പോൾ रहेंगे, അടുത്ത വർഷം ഒരു പുതിയ കൃപാവരം എനിക്ക് കിട്ടും. अगले साल मुझे एक नया वरदान എന്റെ देगा. ഗ്രോത്ത് തീർന്നിട്ടില്ല, मेरा बढ़ोतरी कम नहीं എന്റെ हुआ. സ്പിരിച്വൽ ഗ്രോത്ത് തീർന്നിട്ടില്ല. मेरी आत्मिक बढ़ोतरी I कम नहीं हुआ. just want to be faithful to my call. मुझे मेरे बुलावट के और विश्वास योग्य നിങ്ങൾ रहना है. ഫെയ്ത്ത്ഫുൾ ആണെങ്കിൽ, अगर मैं विश्वास योग्य है तो താലന്തുകൾ വീതം വെച്ച ഉപമയ്ക്കകത്ത് യേശു പറഞ്ഞു,
താലന്തുകൾ जब താലന്ത് तालन जो दिया उसमें यीशु ने कहा എല്ലാവർക്കും ഓരോ താലന്ത് കൊടുത്തു. सबको एक एक दिया, എല്ലാവർക്കും ഓരോന്ന്. सबको एक ഞാൻ ആ एक. ഉപമയിൽ എന്താ പഠിച്ചെന്നറിയാം? मैंने उसमें क्या सीखा? ദൈവം പാർശ്വലല്ല. परमेश्वर God पार्शल नहीं है, gives opportunity to everyone. Hallelujah. परमेश्वर सबको मौका देता है, Equal opportunity. सबको एक समान, എല്ലാവർക്കും ഓരോ താലന്ത്. सबको एक एक. ഒരുത്തൻ ഒന്നിനെ 10 ആക്കി മാറ്റി. एक ने एक को 10 बनाया. 10 എന്ന് പറഞ്ഞാൽ മാക്സിമം ആ കേട്ടോ. 10 मतलब मैक्सिमम है. ടേമിൽ സമ്പൂർണ്ണതയുടെ സംഖ്യ 10. बिबलिक ഹല്ലേലൂയ. में संपूर्णता को बताते 10. 10 ആക്കി മാറ്റി. उसने एक को 10 അപ്പോൾ किया. ദൈവം ഇവന് കൊടുത്ത ഒറ്റ ടാലന്റിന്റെ മാക്സിമം ഹല്ലേലൂയ ഫ്രൂട്ട് അവൻ വെളി കൊണ്ടുവന്നു. उस परमेश्वर जो दिया तालीम में से उसने मैक्सिमम भलाई लाया. ചിലർ 5 കൊണ്ടുവന്നുള്ളൂ, कुछ लोगों ने 5 लाया, ചിലർ 2 കൊണ്ടുവന്നുള്ളൂ, कुछ लोगों ने 2 लाया, ഒരുത്തൻ കൊണ്ട് കുഴിച്ചിട്ടു, एक ने जाके घाट के रखा, മറച്ചു വെച്ചു. वो छुपा के അവിടെ रखा. എന്താ വായിക്കുന്നത്? वहां क्या दिया? അവനോട് ആ ഒരു താലന്ത് എടുത്തിട്ട് उससे वो एक लेके ആർക്ക് കൊടുത്തെന്നാ? किसको दिया? ആർക്ക് കൊടുത്തെന്നാ? किसको दिया? ഒന്നിനെ 10 ആക്കി ഇവന് കൊടുത്തു. जो इसने एक को 10 किया. ഞാൻ ആവർത്തിക്കട്ടെ, मैं फिर से कहता നിങ്ങൾ हूं, നിങ്ങളുടെ വിളിയിൽ വിശ്വസ്തനാണെങ്കിൽ अगर आप आपके बुलावट में विश्वासी है, അവിശ്വസ്തന്മാരെ ഏൽപ്പിച്ചിട്ട് അവർ ചെയ്യാത്തത് जो अविश्वासों को देख के जो उसने नहीं ഈ किया, കാലഘട്ടത്തിലെ സഭയ്ക്ക് വേണ്ടി ചെയ്യുവാൻ इस दौर के कलीसिया को करने के लिए സ്വർഗ്ഗം നിന്നെ ഉപയോഗിക്കുമെന്ന്. सब तुझे उपयोग അതല്ല करेगा. റംസ് ഇന്നുവരെ ഇല്ലാത്ത കൃപാവരങ്ങൾ, आज तक जो नहीं है वैसे वरदान है. ഇന്നുവരെ ഇല്ലാത്ത ചില വിളി, आज तक जो नहीं था वैसा ചില बुलावट, വിഷൻസ് कुछ कुछ दर्शन है, നാളെ സ്വർഗ്ഗം നിനക്ക് തരാൻ പോകുക. कल स्वर्ग तुझे देगा. Be faithful to your call. आपके बुलावट में विश्वास योग्य रहेंगे रहो. അതുകൊണ്ട് പൗലോസ് പറയാ, इसके पौलुस कहता है ഭാവിക്കുന്നതിന് മീതെ ഭാവിച്ചു വീരരുത്. कि जो आपका बुलावट है उससे बढ़ के आपको नहीं सोचना വിളി है. എന്താ അത് ചെയ്യുക. വിളിക്കാത്ത കാര്യത്തെ കുറിച്ച് ചിന്തിച്ച് കരഞ്ഞ് നിലവിളിച്ച് അങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കരുത്. उसका अर्थ ये है जो तेरा बुलावट है उस पे तू कायम रहे, जो नहीं है उसकी ओर सोच के मत बढ़ना. ഗ്രേസിൽ ഓപ്പറേറ്റ് ചെയ്തോണം. तुझे क्या करना है? अनुग्रह में ऑपरेट അടുത്ത करना है. പാസേജിൽ പറയുന്നത് अगले पैसेज में कहता है ഗ്രേസിൽ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാം. कैसे अनुग्रह में ऑपरेट 7 करना है. കൃപാവരങ്ങളെയാ പറയുന്നത്. 7 वरदानों को कहता है. 7 കൃപാവരങ്ങൾ. 7 वरदानों को. പ്രവചിക്കുന്നവൻ, जो भविष्यवाणी करता വചനം है, പ്രസംഗിക്കുന്നവൻ, जो प्रचार करता है, ദാനം ചെയ്യുന്നവൻ. जो दान देता है. 7 കൃപാവരങ്ങളുടെ ലിസ്റ്റ് അവിടെ और പറയുക. 7 वरदानों के बारे में कहता പൗലോസ് है. പറയുക ഗ്രേസിനെ കുറിച്ച് നിങ്ങൾ ഒത്തിരി പഠിച്ചു. आपने बोलते आप ग्रेस के बारे में बहुत बड़ा പക്ഷേ अनुग्रह के നിങ്ങൾ बारे में. ഗ്രേസിൽ ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങണം. आपको ग्रेस में ऑपरेट करना है. ഞാൻ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ मैं दूसरी बारे में कहता हूं, കൃപാവരങ്ങളിൽ ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങണം. आपको अनुग्रह में आपको ऑपरेट करना है. ഗ്രേസ് രക്ഷ മാത്രമല്ല തരുന്നത്, कि अनुग्रह केवल उद्धार नहीं देता. ഗ്രേസ് കൃപാവരങ്ങളെ തരുന്നത്. अनुग्रह जो आपको वरदानों को देता ഹലോ, है. ഗ്രേസ് വൺ സൈഡഡ് അല്ല. कि अनुग्रह जो एक भाग जो नहीं है, ഗ്രേസിനൊരു മറ്റു സൈഡ് ഉണ്ട്. अनुग्रह का दूसरा एक ഒരു बाजू സൈഡിൽ है. ഗ്രേസ് ഫോക്കസ് ചെയ്യുന്നത് एक साइड में अनुग्रह क्या दिखाता है? ആത്മാവിന്റെ രക്ഷയാണെങ്കിൽ, आत्मा का उद्धार है. तो മറു സൈഡിൽ ഗ്രേസ് ഫോക്കസ് ചെയ്യുന്നത് दूसरे बाजू में क्या दिखाता നിന്നെ है? കൃപാവരങ്ങൾ കൊണ്ട് നിറച്ച് അതിശക്തിയോട് ഉപയോഗിക്കാനാണ്. तुझे वरदानों से भर के तुझे सामत में उपयोग करना, നിന്നെ പ്രാക്ടിക്കലി ഉപയോഗിക്കാനാ. तुझे हकीकत में इस्तेमाल करना. നീ ഒരു ജസ്റ്റ് ഒരു ഗ്രേസ് പ്രീച്ചർ ആകില്ല. तू केवल एक You will अनुग्रह be को a प्रचारक नहीं grace रहेगा. हमें- performer. Hallelujah. आप एक अनुग्रह का काम करने वाला We have बनेंगे. number of grace preachers. हमें बहुत सारे हैं जो अनुग्रह का प्रचार But करते हैं, practically we need grace performers. लेकिन उपयोग में लाने वाले चाहिए. Are you listening me? क्या मुझे सुन रहे? ഈ വചനം മനസ്സിലാകുന്നുണ്ടോ? ये वचन समझ में आ रहे हैं. ഗ്രേസ് preachers നമുക്ക് ഒത്തിരി ഉണ്ട്. हमें बहुत सारे जो अनुग्रह के बारे में പക്ഷേ प्रचार करता है, ഗ്രേസിനെ പ്രാക്ടിക്കലി വിളിച്ചു വരുത്തുന്ന, लेकिन जो अनुग्रह को हकीकत में बुला के लाने वाला, പ്രാക്ടിക്കൽ ശുശ്രൂഷ ചെയ്യുന്ന जो हकीकत में सेवकाई करने वाला, ദൈവമക്കൾ എഴുന്നേറ്റ് വരട്ടെ. ऐसा परमेश्वर के बच्चे उठे. വരങ്ങളെ എങ്ങനെയാ നമ്മൾ വിളിക്കുന്നത്? हम वरदानों को कैसे बुलाते हैं? കൃപാവരങ്ങൾ. कि अनुग्रह, അത് കൃപാവരങ്ങൾ കൃപയുടെ ഭാഗമാണ്. അതുകൊണ്ടാ കേട്ടോ, वो जो है अनुग्रह का हिस्सा इसके लिए है. കൃപാവരങ്ങൾ കൃപയുടെ ഭാഗമായതുകൊണ്ടാണ്. कि वो जो अनुग्रह जो है उसका हिस्सा इसके लिए. കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. परमेश्वर को धन्यवाद दे. Hallelujah. Thank you Jesus. Thank you Jesus. ഡാനി, കൃപാവരങ്ങൾ ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങണം. हमें उस पे कार्य करना है. കൃപാവരങ്ങൾ ഭയങ്കര പവർഫുൾ ആണ് കേട്ടോ. कि जो वरदान है बहुत सामर्थ्यशाली है. പ്രവചനാത്മാവുണ്ട്, कि भविष्यवाणी है, രോഗശാന്തിയുടെ ശുശ്രൂഷയുണ്ട്, इसमें बीमारी से चंगाई के सेवकाई है, അതിനകത്ത് വീര്യപ്രവൃത്തികളുണ്ട്, उसमें वीर्य कार्य है, അതിനകത്ത് ഭാഷകളുടെ വ്യാഖ്യാനമുണ്ട്, उसमें भाषाओं का व्याख्यान है, അതിനകത്ത് ജ്ഞാനത്തിന്റെ വചനമുണ്ട്, उसमें ज्ञान का प्राचान है, ഡിസേണിംഗ് പരിജ്ഞാനത്തിന്റെ വചനമുണ്ട്. उसमें परखने का क्षमता है. ഒത്തിരി വലിയ ലിസ്റ്റാ കേട്ടോ. बहुत बड़ा लिस्ट है. എല്ലാവർക്കും എല്ലാം കിട്ടത്തില്ല. सबको सब नहीं मिलेगा. പക്ഷേ ഒരു ശരീരത്തിൽ പല അവയവമുള്ളതുപോലെ ഏതെങ്കിലും ഒരു അവയവമായി നിങ്ങളെ ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. एक शरीर में बहुत सारे अंग है,
उसी प्रकार एक कोई तो एक अंग बना के परमेश्वर को इस्तेमाल करना അതിന് चाहता है, റെഡിയാണോ? उसके लिए तैयार है क्या? അതിന് റെഡിയാണോ? उसके लिए तैयार है क्या? ഹല്ലേലൂയ. हालेलुया। തിയറി പോരാ, പ്രാക്ടിക്കൽ വേണം. कि हमें सिर्फ लिखित नहीं है, हमें उपयोगी में लाना ചില है। പറഞ്ഞിട്ട് പ്രാക്ടിക്കലി കർത്താവേ ഹീലിംഗ് മിനിസ്ട്രി ചെയ്യുന്ന ചില അഭിഷക്തന്മാർ എഴുന്നേറ്റ് വരണം. अब बोले कि हकीकत में चंगाई का सेवकाई करने वाले कुछ अभिषेक लोग അവരെ उठे, കൈവച്ച് പ്രാർത്ഥിച്ചാൽ वो जब हाथ रख के प्रार्थना करेंगे ചിലർ സൗഖ്യമാകും. कुछ लोग चंगा होगा। ഈ ചില ആളുകൾ ഭൂമിയിൽ നിന്ന് വേർപെടുമ്പോൾ അല്ലെങ്കിൽ മാറിപ്പോകുമ്പോൾ നമ്മൾ ഒത്തിരി അവരെ മിസ് ചെയ്യും അല്ലേ? कुछ लोग धरती से गुजर जाते हैं तो हम उसे बहुत खोते हैं। ഞാൻ അങ്ങനെ മിസ് ചെയ്യുന്ന ചിലരുണ്ട്. पास में से मिस करने वाले कुछ है, ചിലരെ ഞാൻ എപ്പോഴും മിസ് ചെയ്യും. कुछ लोग हम हमेशा നമ്മൾ खोते हैं। അയാൾ ഉണ്ടായിരുന്നെങ്കിൽ. हम सोचते वो रहता तो। അങ്ങനെ ഞാൻ മിസ് ചെയ്യുന്ന ദൈവദാസന്മാരുണ്ട്. ऐसा मिस करने वाले परमेश्वर के दास लोग हैं। എന്റെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ വന്നപ്പോൾ जब पासवान के जीवन में बहुत बड़ी ആ चुनौती आया, ദൈവദാസനുമായിട്ട് ഒറ്റ പ്രാർത്ഥന उस परमेश्वर के दास के एक प्रार्थना എന്റെ ജീവിതത്തിൽ ഹീലിംഗ് കൊണ്ടുവന്നു. मैं इनके जीवन में चंगाई लाया। ഇന്ന് ഞാൻ മിസ് ചെയ്യുന്നു. आज मैं मिस करता हूँ കാരണം ആ വ്യക്തി ഇന്ന് എന്റെ ഫോൺ പരിധിക്കകത്തല്ല. क्योंकि आज जो व्यक्ति जो है कि मेरे ആൾ എവിടെയാണെന്ന് എനിക്കറിയില്ല. वो कहाँ है मैं जानता नहीं। ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, मैं ऐसा सोचता എന്റെ है കർത്താവ് ആ ദൈവദാസൻ ഉണ്ടായിരുന്നെങ്കിൽ परमेश्वर अगर वो परमेश्वर के दास होता, ഇന്നും എനിക്കൊരു ഫോൺ ചെയ്യാൻ പറ്റുമായിരുന്നു. आज भी मैं एक फोन कर ആ सकता था। ദൈവദാസൻ കൃപയിലുണ്ടായിരുന്നെങ്കിൽ कि that's अगर important वो thing. परमेश्वर का दास जो अनुग्रह में रहता, അദ്ദേഹം ഉണ്ടായ പോരാ, वो होने से नहीं, ശുശ്രൂഷയിൽ അതേ വിശ്വസ്തയോടെ ഉണ്ടായിരുന്നെങ്കിൽ सेवकाई में वही विश्वास के साथ होता तो। ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചു. मैं पीछे इस प्रकार प्रार्थना അങ്ങനെയുള്ള किया। ദൈവദാസന്മാർ വേണം അല്ലേ? ऐसे परमेश्वर के दास लोग चाहिए। നമ്മൾ വിളിച്ചാലേ ചുമ്മാ വിളിച്ചിട്ട് നമുക്ക് നിരാശ കൂട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? हम बुला के निराशा बढ़ने से कुछ काम है क्या? ദൈവരാജ്യത്തിന് ഒത്തിരി വേക്കൻസി ഉണ്ട് കേട്ടോ. मैं हालेलुया, परमेश्वर के राज्य में बहुत वैकेंसी ഒത്തിരി है, നല്ല പ്രോഫറ്റ്സിന്റെ വേക്കൻസി ഉണ്ട്. बहुत सारे भविष्यवक्ताओं का वैकेंसी है। ദൈവരാജ്യത്തിന് ഒത്തിരി നല്ല ഹീലിംഗ് മിനിസ്ട്രി ചെയ്യുന്ന കൃപാവര പ്രാപ്തരുടെ വേക്കൻസി ഉണ്ട്. कि परमेश्वर राज्य में बहुत सारे चंगाई का करने वाले का वैकेंसी है। നമുക്ക് പറയാൻ പറ്റുമോ കർത്താവ് ഈ നാളുകളിൽ ഗ്രേസിൽ ഒന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണം. हम बोलेंगे क्या परमेश्वर और अनुग्रह में कार्य करने में തിയറി सक्षम മാത്രം പോലെ പ്രാക്ടിക്കൽ ചെയ്യുവാൻ. केवल थियरी लिखावट ही नहीं। ഇയാൾ എന്നെ പഠിപ്പിച്ച ഒറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ തിരുത്താഴ ശുശ്രൂഷയിലേക്ക് കടക്കാൻ परमेश्वर ने ആഗ്രഹിക്കുകയാണ്. सिखाया और एक बात कही कि मैं आगे കഴിഞ്ഞ बढ़ना ദിവസം चाहूँ। ദാവീദിന്റെ കാര്യം പഠിച്ചു. पिछले दिनों दावीद के बारे में सीखा। ദാവീദിന്റെ കാര്യം പഠിച്ചു. दावीद के बारे में ദാവീദിനോട് ദൈവം പറഞ്ഞു, നീ അല്ല ആലയം പണിയേണ്ടത്. दावीद को बोला तू नहीं मंदिर बनाना है। അപ്പൊ ദൈവത്തിന്റെ പ്ലാൻ വേറെ അല്ലേ? तो परमेश्वर पद्धति अलग है। പിന്നെ ആരാ ആലയം പണിയേണ്ടത്? कौन बनाना है? നിന്റെ മകൻ ശലോമോനാണ് ആലയം तेरा जो പണിയേണ്ടത്. बेटा सुलेमान। ഞാൻ കുറെ കാര്യങ്ങൾ അവിടെ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞപ്പോൾ मैं जब वहां बैठ के कुछ सीखा, ദൈവത്തിന്റെ പെർഫെക്റ്റ് പ്ലാനിനെ കുറിച്ച് എനിക്ക് വെളിപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാം. परमेश्वर सिद्ध इच्छा के बारे में जो प्रकट हुआ मैं बताता हूँ। ഇത്രയും നാൾ ഞാൻ ചിന്തിച്ചത് എന്താണെന്നറിയാം? आज तक मैंने क्या सोचा था ശലോമോനാണ് ആലയം പണിതത്. कि सुलेमान ने जो है അത് मंदिर बनाया, ദൈവത്തിന്റെ പെർഫെക്റ്റ് പ്ലാൻ അവനെ കുറിച്ച് ആയിരുന്നത് കൊണ്ട്. कि उसका इच्छा था बोल के। പക്ഷെ കഴിഞ്ഞ ദിവസം എനിക്കൊരു വചന വെളിപ്പാട് കിട്ടി. पिछले दिनों मुझे वचन का प्रकाशन ഇത്രയും मिला। നാളും ഞാൻ ചിന്തിച്ചത് आज तक मैंने सोचा ശലോമോൻ അവന്റെ ബുദ്ധി കൊണ്ട് ആലയം പണിതത്. कि सुलेमान ने अपने बुद्धि से बनाया। ഇത്രയും നാൾ ഞാൻ ചിന്തിച്ചത് आज तक सोचा ദൈവം അവന് ഇത്രയും വലിയ ബുദ്ധി കൊടുക്കാൻ കാരണം परमेश्वर इतना बुद्धि देने का कारण ആലയം പണിയാൻ വേണ്ടിയാണ് उस അല്ലേ? मंदिर बनाने के ഹലോ, लिए है। ഭയങ്കര ബുദ്ധി ദൈവം കൊടുത്തു ആലയം പണിയാൻ വേണ്ടി. बहुत ബുദ്ധി കൊണ്ട് बुद्धि दिया പണിതു. उसको। ആ കെരൂബുകളെ ഉണ്ടാക്കിയത്, वो खेरूबों को जो ആ बनाया, ആലയത്തിന്റെ ഇന്റീരിയർ ഡിസൈൻ എല്ലാം ചെയ്തത്, वो मंदिर का इंटीरियर डिजाइन के ഓരോ लिए സാധനങ്ങൾ വെച്ചത് हर एक चीजों को रखना അവന്റെ ബുദ്ധി കൊണ്ട്. इसकी बुद्धि से। ശരിയല്ലേ? सही है कि ഞാൻ नहीं? ഇന്ന് ഈ 2 ദിവസം മുമ്പ് വരെ അങ്ങനെ ചിന്തിച്ചത്. मैं 2 दिन पहले तक वैसा പക്ഷെ सोचा। കഴിഞ്ഞ ദിവസം വേദോസം പഠിച്ചപ്പോൾ जब दूसरा दिन जब എനിക്കൊരു वचन കാര്യം पढ़ा, മനസ്സിലായി. मुझे एक चीज पता चला। ദാവീദിനോട് ദൈവം പറഞ്ഞു, നീ അല്ല ആലയം പണിയേണ്ടത്. दावीद से कहा तू नहीं बनाना പക്ഷെ है। ആലയത്തിന്റെ മുഴുവൻ ഡിസൈനും मंदिर का सारा जो डिजाइन है ദാവീദാ വരച്ചത്. दावीद ने बनाया। നിനക്കിത് അറിയാമോ? आपको पता है ആലയത്തിന്റെ മുഴുവൻ ഡിസൈനും ആരാ വരച്ചത്? जो मंदिर का पूरा डिजाइन किसने बनाया? ദാവീദാ വരച്ചത്. दावीद ने എന്നിട്ട് बनाया। ഇതെല്ലാം ശലോമോന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ये सब सुलेमान को देके बोला ഇങ്ങനെ പണിതോണം. इस प्रकार तुझे बनाना അപ്പൊ है। എനിക്കൊരു കാര്യം മനസ്സിലായി, तो मुझे एक चीज ഈ पता चला, ഡിസൈൻ ഒന്നും ശലോമോന്റെ അല്ല. ये डिजाइन कुछ भी ഇത് सुलेमान का नहीं है। ബുദ്ധിയിൽ നിന്ന് വന്നൊരു ഡിസൈൻ അല്ല. ये बुद्धि से आया हुआ नहीं है। നിങ്ങൾക്ക് വ്യക്തമാകണമെങ്കിൽ ഒന്ന് വായിച്ചോ. आपको पढ़ना है तो पढ़िए। 1 ദിനവൃത്താന്തം 28:19. फर्स्ट ഹല്ലേലൂയ. क्रॉनिकल एक ഒരു അമേസിംഗ് വേർഡ് അവിടെ കിടപ്പുണ്ട്. 1 ദിനവൃത്താന്തം 28:19. फर्स्ट क्रॉनिकल 28 का 19। 19. ഒന്ന് यहोवा की शक्ति से जो मुझको मिली ये सब कुछ मुझ पर भी किया है। ये सब कुछ ഹലോ, നിങ്ങൾ ഈ വാക്യം കണ്ടിട്ടുണ്ടോ എന്തെങ്കിലും? ദാവീദ് പറയുക, दावीद कहता है ഞാൻ ദൈവത്തിന്റെ ശക്തിയാൽ मैं परमेश्वर की शक्ति से അവന്റെ കരം എന്റെ മേൽ വന്നതുകൊണ്ട് उसका हाथ मुझ पे आया बोल के ഇതെല്ലാം അവന്റെ കരത്താലാണ് എഴുതിയതെന്ന്. ये सारा उसकी हाथों से लिखा है। ഏതെല്ലാം? क्या 28:11 വായിച്ചേ.
उसका जो 28 के 11 पढ़िए 28:11 വായിച്ചേ. ആ देखो 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 क्या लिखा है इधर. दाऊद എല്ലാത്തിനും മാതൃക റെഡിയാക്കി കൊടുത്തെന്ന്. यहाँ लिखा कि दाऊद ने सब चीजों के नमूनों को बना के दिया. കണ്ടല്ലോ നിങ്ങള്? आपने देखा എന്തൊക്കെ സാധനം വേണം, എവിടൊക്കെ വെക്കണം, ഇതെല്ലാം ദാവീദ് മോഡൽ വരച്ച് എഴുതി ഉണ്ടാക്കിയാണ് ശലോമോന് കൊടുത്തത്. ये सारी चीजें जो कहाँ रखना क्या करना है सारी चीजें दावीद ने उसका मॉडल बना के दी. ഈ മോഡൽ എങ്ങനെ വരച്ചത്? ये कैसे बनाया? 19 വാക്യം പറയുന്നു. 19 आयत कहता है The Lord made me understand in writing by his hand upon me. Hallelujah. ദൈവത്തിന്റെ കരം എൻ്റെ മേൽ ഇറങ്ങി വന്ന്, ഒരു ട്രാൻസ്ലേഷൻ പറയുന്നത് എന്നെ കൊണ്ട് എഴുതിച്ചു. इसमें इस प्रकार लिखा है कि परमेश्वर ने क्या किया कि अपने हाथ मुझ पे रख के मेरे द्वारा लिखाया. ഹലോ, ദൈവത്തിന്റെ കരം എൻ്റെ മേൽ വന്നെന്ന്. कि परमेश्वर ने मुझे ഈ लिखने में മോഡൽ सहायता വരച്ചത് എൻ്റെ किया. ബുദ്ധിയിലല്ല. ये जो मॉडल मेरे बुद्धि में नहीं ഇത് बनाया, മോഡൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മോഡലാണ്. ये जो मॉडल स्वर्ग से उतर आया അപ്പൊ है. എനിക്കൊരു വചന വെളിപ്പാട് കിട്ടി. ये मुझे प्रकाशन मिला. ശലോമോൻ പണിതത് ബുദ്ധി വെച്ചല്ല, सुलेमान ने बुद्धि से नहीं बनाया. ദാവീദിന്റെ മേൽ ഇറങ്ങിയ അഭിഷേകം കൊണ്ട് അവൻ പ്രവചിച്ച മോഡൽ വെച്ചിട്ടാണ്. कि दावीद के ऊपर जो अभिषेक उतरा उससे जो उसने भविष्यवाणी किया उस प्रकार से उसने बनाया. ഹലോ, എനിക്ക് മനസ്സിലായ ഒരു കാര്യം പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. मुझे जो पता वो चला एक बात बोल ദൈവത്തിന്റെ പെർഫെക്റ്റ് പ്ലാൻ परमेश्वर का सिद्ध इच्छा നമ്മുടെ ബുദ്ധി വെച്ചല്ല പണിയുന്നത്. हमारे बुद्धि से नहीं बनाना है. സ്വർഗം കാണിക്കുന്ന മോഡൽ വെച്ചിട്ടാണ്. स्वर्ग जो दिखाते मॉडल से. മോശ मूसा സമാഗമന കൂടാരം പണിയാൻ जो मेल मिलाप का तंबू बनाने के लिए ബസലേലിനെ ഒഹലിയാബിനെ ഒക്കെ തെരഞ്ഞെടുത്തു. बदले और होहाब को सबको बुलाया. എന്നാൽ लेकिन അവര് ബുദ്ധിമാന്മാരാണ്, वो बुद्धिशाली है. വിശിഷ്ട ജ്ഞാനമുള്ളവരാണ്. उसका खास ज्ञान था പണിതത് അവരുടെ ബുദ്ധി കൊണ്ടല്ല. लेकिन उसकी बुद्धि से नहीं बनाया. പണിതത് പിന്നെ എങ്ങനെ? बनाया कैसे? ദൈവം മോശയോട് പറഞ്ഞു, मूसा से उसने कैसे कहा? പർവ്വതത്തിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഒരു മോഡൽ. कि ഹല്ലേലൂയ. पहाड़ पे मैंने तुझे बताया है वो नमूना. അത് വെച്ച് പണിതോണം. उस प्रकार बनाना है. ആദ്യം വെളിപ്പാട് കാണണമെന്ന്, पहले प्रकाशन को ആദ്യം देखना है. ദൈവശബ്ദം കേൾക്കണമെന്ന്, पहले परमेश्वर की वचन ആദ്യം को सुनना है. ദൈവത്തിന്റെ പ്ലാൻ എന്താണെന്ന് पहले വെളിപ്പെടണമെന്ന്, परमेश्वर पद्धति क्या जानना है. ആദ്യം ഒരു വിഷൻ പ്രാപിക്കണമെന്ന്, पहले एक दर्शन को ആ पाना है. വിഷൻ ഇമ്പാർട്ട് ചെയ്യണമെന്ന്. वो दर्शन को इम्पार्ट करना है. കേൾക്കുന്നുണ്ടോ? आप सुन रहे हैं? ആ വിഷനെ പ്രാക്ടിക്കലി പണിയാൻ, वो जो विजन को हकीकत में लाने के लिए വിഷൻ ഡിവൈൻ ആണ്, कि जो दर्शन है वो ദൈവത്തിന്റെ പെർഫെക്റ്റ് പ്ലാൻ ईश्वरी है. ഡിവൈൻ ആണ്. वो परमेश्वर का सिद्ध इच्छा പക്ഷെ है. അത് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യണമെങ്കിൽ अगर वो हकीकत में लाना है तो ശലോമോന്റെ ആവശ്യമുണ്ട്, सुलेमान का जरूरत है. ബസലേലിന്റെ ആവശ്യമുണ്ട്, बसलेल का जरूरत है. ഒഹലിയാബിന്റെ ആവശ്യമുണ്ട്. ओहलियाब का जरूरत है. അവന്റെ ബുദ്ധിയുടെ ആവശ്യമുണ്ടെന്ന് उसकी बुद्धि का എന്നെ जरूरत है. ദൈവം പഠിപ്പിച്ചൊരു കാര്യം പറയാം. परमेश्वर ने मुझे सिखाया बात है. തിയറി ഡിവൈൻ ആണ്, സ്വർഗത്തിൽ നിന്ന് കിട്ടിയതാണ്. जो तेरी जो लिखावट है वो स्वर्ग से मिला പക്ഷെ है. പ്രാക്ടിക്കലി അത് നടത്തണമെങ്കിൽ लेकिन वो हकीकत में करने के അതിന് लिए എന്റെ നിന്റെ ഇൻപുട്ട് ആവശ്യമാണ്. उसमें मेरा और तुम्हारा योजना का ഹലോ, जरूरत है. തിയറി ഉണ്ട്. लिखावट है ജീസസ് ഈസ് ദ ഹീലർ. कि यीशु चंगा करता നമ്മൾ है. കൈയും കെട്ടിയിരുന്ന സൗഖ്യം സംഭവിക്കുമോ? हम हाथ बांध के बैठे तो സംഭവിക്കുമോ? होगा क्या? ഇല്ല. नहीं होगा. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? हमें क्या करना है? നമ്മൾ നമ്മുടെ ബുദ്ധി ഉപയോഗിക്കണം. हमें अपने बुद्धि इस्तेमाल करना है. ഇറ്റ്സ് റിട്ടൺ. यहाँ लिखा है യേശു സൗഖ്യമാക്കുന്നവൻ. यीशु चंगा അതുകൊണ്ട് करता എന്ത് है. ചെയ്യണം? क्या करना है उसके നമ്മുടെ लिए? ബുദ്ധി ഉപയോഗിച്ച് പണിയാൻ തുടങ്ങണം. हमें बुद्धि के साथ बनाना है. പ്രാക്ടിക്കലി പണിയാൻ തുടങ്ങണം. हमें हकीकत में बनाना നമ്മൾ है. രോഗിയെ കാണുന്നു, जब बीमार को देखता है, പത്രോസ് പറഞ്ഞ പോലെ പത്രോസ് വെള്ളി പറഞ്ഞ പൊന്നും എനിക്കില്ല, सोना चांदी मेरे पास नहीं എനിക്കുള്ളത് है. നിനക്ക് തരുന്നു. मेरे पास जो യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്ക്. यीशु के नाम से उठ. Bring your theory into practical. आपका जो Hallelujah. लिखावट है उसको तू हकीकत में ला. അതിന് ശലോമോൻ ആവശ്യമാണ്, उसके सुलेमान का അതിന് जरूरत है. ബസലേൽ ആവശ്യമാണ്, उसका बसलेल का जरूरत അതിന് है. ഒഹലിയാബ് ആവശ്യമാണ്. उसके ओहलियाब का जरूरत है. ഹല്ലേലൂയ. അപ്പൊ ഇത് രണ്ടും വേണം കേട്ടോ. ये दोनों चाहिए. ഇന്നത്തെ കുഴപ്പം आज की समस्या തിയറിയേ ഉള്ളൂ, लिखावट है പ്രാക്ടിക്കലി അത് ചെയ്യാൻ ചിലർ എഴുന്നേൽക്കുന്നില്ല. लेकिन उसको हकीकत में करने के लिए कोई उठ नहीं रहा है. അങ്ങനെ ചിലർ എഴുന്നേറ്റാൽ ऐसे कुछ उठेंगे. ഞാൻ വിശ്വസിക്കുന്നു मैं विश्वास करता हूँ. സഭയ്ക്കകത്ത് അനേക രോഗികൾ സൗഖ്യമാകും, बहुत सारे जो बीमार है वो चंगा होगा. അനേക ബന്ധനങ്ങൾ അഴിഞ്ഞു മാറും. बहुत सारे जो बंद है वो खुलेगा. ഇന്നത്തെ സങ്കീർത്തനത്തിൽ വായിച്ചതുപോലെ आज का जो भजन संहिता में जैसे पढ़ा, അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് കേട്ടോ. एक आशीष से भरा हुआ भजन संहिता था. സങ്കീർത്തനക്കാരൻ എന്താ പറഞ്ഞെന്നറിയാമോ? वो क्या कहता है? എന്റെ പ്രാർത്ഥന കർത്താവ് കേട്ടെന്ന്. मेरा प्रार्थना परमेश्वर ने सुना. കർത്താവ് പ്രാർത്ഥന കേൾക്കും. परमेश्वर प्रार्थना सुनता है. ഹല്ലേലൂയ. हालेलुया. മൂന്നാം വാക്യം പറയുന്നു, तीसरा आयत कहता है നിന്റെ പ്രവൃത്തികൾ എത്ര ഭയങ്കരമാണ്. तेरी कार्य कितने चमत्कारिक है. ഹല്ലേലൂയ.
മൂന്നാം വാക്യം, तीसरी बात, 9ാം വാക്യം, 9वां आयत, അവൻ നമ്മെ ജീവനോടെ കാക്കുന്നു. वो हमें जो हमको जीवित रखता है और हमारे पापों को टलने नहीं देता। എന്റെ കാലുകളെ വഴുതുവാൻ അവൻ സമ്മതിക്കുന്നില്ല. वो मेरे पैरों को ठलने नहीं देगा. നിങ്ങൾ പറഞ്ഞാട്ടെ, എന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കില്ല. आप मुंह खोल के बोलो, मेरे पैरों को ठलने नहीं देगा. അടുത്ത വാക്യത്തിൽ പറയുന്നു, ദൈവമേ നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു. कहते परमेश्वर आपने मुझे परखा വെള്ളി है. ഊതി കഴിക്കുന്നത് പോലെ जैसे നീ ഞങ്ങളെ ഊതി കഴിച്ചിരിക്കുന്നു. चांदी को कैसे ताया करते बनाते वैसे भट्टी में डाल के आग में डाल के हमें शुद्ध किया है. आमेन. ഹലോ, നിങ്ങളെ എന്നെ ഒക്കെ കർത്താവ് എന്ത് ചെയ്യുക? ഓരോ അനുഭവങ്ങളിലൂടെ आमेन. ശുദ്ധമാക്കിക്കൊണ്ടിരിക്കുക. അടുത്ത हमें വാക്യം, आपको सब परमेश्वर एक एक अनुभव से शुद्ध कर रहे हैं. നീ ഞങ്ങളെ, ആര്? ദൈവം ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി ഞങ്ങളുടെ മുതുകത്ത് ഒരു വലിയ ഭാരം വെച്ചിരിക്കുന്നു. നമ്മൾ ചോദിക്കും, കർത്താവ് എന്തിനാ എൻ്റെ മുതുകത്ത് ഈ ഭാരം? ഹലോ, എന്തിനാ വെച്ചിരിക്കുന്നത്? അടുത്ത വാക്യങ്ങൾ, ഹല്ലേലൂയ. എങ്കിലും നീ മനുഷ്യരെ ഞങ്ങളുടെ തലയിൽ കയറി ഓടുമാറാക്കി तो इंसान को हमारे सिर पे से गुजरने के लिए दिया. തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു. हमें आग और पानी से गुजरना पड़ा. എങ്കിലും फिर भी നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു. तू हमें समृद्धि में എല്ലാവരും लाया. പറഞ്ഞാട്ടെ, आप मुंह खोल के बोलो, അവൻ നമ്മെ സമൃദ്ധിയിലേക്ക് वो കൊണ്ടുവരും. हमें समृद्धि में लाएगा. आमेन. ഹല്ലേലൂയ. ഗ്രേസിൽ ഒന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ अगर हम अनुग्रह में कार्य करना शुरू करें, രോഗങ്ങൾ മാറും, बीमारी दूर होगा, ബന്ധനങ്ങൾ അഴിയും, बंधन खुलेंगे, തടസ്സങ്ങൾ മാറും. रुकावट हटेंगे. ഒരു സമൃദ്ധിയിലേക്ക്, एक समृद्धि में, ഒരു അനുഗ്രഹത്തിലേക്ക്, एक आशीष में, ഒരു വിടുതലിലേക്ക് സ്വർഗ്ഗം നിങ്ങളെ കൊണ്ടുവരും. एक छुटकारे में परमेश्वर लाएगा. എത്ര പേർ പറയും, कितने लोग कहेंगे തിയറി മാത്രം പഠിച്ചാൽ പോരാ, केवल लिखावटी नहीं सीखना है, പ്രാക്ടിക്കലി ഞാൻ ഇതൊന്ന് അപ്ലൈ ചെയ്യാൻ പോകും. उसको उपयोगी में लाना है. ഒരു നിമിഷം ഒന്ന് കണ്ണുകളെ അടച്ചാൽ, एक क्षण के लिए आंखों को बंद करें, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്താൽ परमेश्वर सन्निधि में दे दो. ഒന്ന് പറഞ്ഞാട്ടെ, കർത്താവേ, बोलो परमेश्वर, ഹല്ലേലൂയ, എന്റെ കുടുംബത്തിൽ, मेरे कुटुंब में, എന്റെ ജീവിതത്തിൽ मेरे जीवन में, ഗ്രേസിന്റെ പവർ എനിക്കൊന്ന് അനുഭവിക്കാം. आमेन आमीन, अनुग्रह का सामर्थ्य मुझे अनुभव करना है. നിങ്ങൾക്കറിയാമോ, आपको पता है ഗ്രേസ് എന്ന് പറയുന്നത് अनुग्रह जो कहता है രക്ഷിക്കുന്ന ദൈവപ്രവൃത്തി മാത്രമല്ല, वो केवल उद्धार का शक्ति नहीं है, ഗ്രേസിനകത്ത് ശക്തിയുണ്ട്. हमें उद्धार के अंदर सामर्थ्य है. അതുകൊണ്ടാണ് പൗലോസ് തിമോഥെയോസിനോട് പറഞ്ഞത്, इसके लिए पौलुस ने तीमुथियुस से എന്റെ कहा, മകനെ ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. बेटा तू यीशु मसीह का अनुग्रह से Can you believe that? सामर्थ्यशाली बन. There is power inside grace. कि अनुग्रह के अंदर शक्ति Grace is है, not the salvation work of God. कि उस केवल उस उद्धार का Grace कार्य नहीं है, is not just the salvation work of God, केवल उस उद्धार के लिए ही नहीं है, but it is the power of वो God. परमेश्वर का It is सामर्थ्य the है, power to heal. वो संगाय का It is the शक्ति है, power to deliver. वो छुड़ाने का शक्ति It is है, the power to guide you. वो Oh, it's a अगुवाई power का to शक्ति है, protect you. वो तुझे प्रोटेक्शन का When we भगवान है. read in Genesis chapter 6, हम जब उत्पत्ति 6 में पढ़ता है നോഹയുടെ മേൽ ദൈവത്തിന്റെ കൃപ വന്നു. कि नूह के ऊपर परमेश्वर का अनुग्रह കൃപ आया, കേവലം നോഹയെ പെട്ടകത്തിൽ കയറ്റിയ കൃപയല്ല, वो केवल उसको नाव में नहीं चढ़ाया, 120 വർഷം എതിർക്കുന്നവരുടെ നടുവിൽ പ്രസംഗിക്കാൻ നൽകിയ ശക്തി കൂടിയാണ്. कि Hello? 120 साल जो Are you विरुद्ध करने listening वालों me? को प्रचार करने का सामर्थ्य भी था. കൃപ കേവലം പെട്ടകത്തിൽ കയറ്റിയ കൃപയല്ല, अनुग्रह केवल जहाज में चढ़ाया ही नहीं, പരിഹാസികളുടെ നടുവിൽ जो तुम्हें टट्ठा करता है, 120 വർഷം ശക്തമായി ശുശ്രൂഷിക്കണമെങ്കിൽ 120 साल सामर्थ से सेवा करने അതിനൊരു के लिए, കൃപയുടെ ശക്തി വേണമെന്ന് उसके लिए भी अनुग्रह का शक्ति പറഞ്ഞാട്ടെ, चाहिए. എനിക്ക് കൃപയുടെ ശക്തി കൂടെ വേണം. मुझे अनुग्रह का शक्ति चाहिए. എന്റെ വിളിയെ തിരിച്ചറിഞ്ഞ് मेरे बुलावट को जान ആ के, വിളി ചെയ്യാനുള്ള കൃപ എനിക്ക് വേണമെന്ന്. जो बुलावट को करने का अनुग्रह मुझे चाहिए. കൃപ വേണമപ്പാ, ഹല്ലേലൂയ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, നിൻ മക്കൾക്ക് എത്ര പാടും കൃപ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ. Shall we stand in the presence of God? खड़ा होकर കൃപ വേണമപ്പാ, എല്ലാവരും എഴുന്നേറ്റ് നിൽക്ക്. मुझे कृपा चाहिए, कृपा വേണമപ്പാ, നിൻ മക്കൾക്ക്. ഹല്ലേലൂയ. കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, നിൻ മക്കൾക്ക്. എത്ര പേർ പാടും എനിക്ക് കൃപ വേണമെന്ന്? कितने लोग गाएंगे मुझे अनुग्रह चाहिए, എനിക്ക് കൃപ വേണമെന്ന്, मुझे अनुग्रह चाहिए, എനിക്ക് കൃപ വേണമെന്ന്, मुझे अनुग्रह चाहिए, എനിക്ക് കൃപ വേണമെന്ന്, मुझे अनुग्रह चाहिए, ജയിക്കാനുള്ള കൃപ വേണമെന്ന്, जीतने का अनुग्रह, വിജയത്തിലേക്ക് നടക്കാനുള്ള കൃപ വേണമെന്ന്. जय की ओर चलने का अनुग्रह,
സൗഖ്യം പ്രാപിപ്പാനുള്ള കൃപ വേണമെന്ന് चंगाई की प्राप्त करने ഓ കൃപ വേണമപ്പാ अनुग्रह चाहिए पिता സൗരഭ്യ പറക്കുന്നുണ്ടി അന്തരീക്ഷത്തിൽ ഓ മനോഹരം മനോഹരം തന്നെ ഓ, കൃപയുടെ ഉടവിടമേ കൃപയുടെ ഉടയവനേ കൃപയുടെ ഉടവിടമേ കൃപയുടെ ഉടയവനേ കൃപ വേണമപ്പ കൃപ വേണമപ്പ കൃപ വേണമപ്പ ഈ മക്കൾക്ക് 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 കൃപയുടെ ഉറവിടമേ കൃപയുടെ ഉടയവനേ കൃപയുടെ ഉറവിടമേ കൃപയുടെ ഉടയവനേ കൃപ വേണമപ്പ കൃപ വേണമപ്പ കൃപ വേണമപ്പ നിൻ മക്കൾക്ക് കൃപ വേണമപ്പ കൃപ വേണമപ്പ കൃപ വേണമപ്പ നിൻ മക്കൾക്ക് അന്ധകാരം മാറുന്നു വെളിച്ചം വീശുന്നു ദുഷ്ടലോകം പുഷ്ടിയാൽ തകർന്നു പോകുന്നു കൃപ കൃപ കൃപയൻ ആർത്തു ചൊല്ലാവേ പർവ്വതങ്ങൾ കാൽക്കീഴിൽ സമഭൂമിയാകുന്നു അന്ധകാരം മാറുന്നു വെളിച്ചം വീശുന്നു ദുഷ്ടലോകം പുഷ്ടിയ തകർന്നു പോകുന്നു കൃപ കൃപ കൃപയൻ ആർക്കു ചൊല്ലവേ പർവ്വതങ്ങൾ കാൽക്കീഴിൽ സമഭൂമിയാകുന്നു ഓ കൃപയുടെ ഉടയവനേ കൃപയുടെ ഉടയവനേ കൃപയുടെ ഉറവിടമേ കൃപയുടെ ഉടയവനേ കൃപ വേണമപ്പ കൃപ വേണമപ്പ കൃപ വേണമപ്പ നിൻ മക്കൾക്ക് കൃപ വേണമപ്പ കൃപ വേണമപ്പ കൃപ വേണമപ്പ നിൻ മക്കൾക്ക് കൃപ വേണമപ്പ കൃപ വേണമപ്പ കൃപ വേണമപ്പ നിൻ മക്കൾക്ക് കൃപ വേണമപ്പ കൃപ വേണമപ്പ നിൻ മക്കൾക്ക് കൃപ വേണമപ്പ കൃപ വേണമപ്പ കൃപ വേണമപ്പ നിൻ മക്കൾക്ക് കൃപ വേണമപ്പ കൃപ വേണമപ്പ കൃപ വേണമപ്പ നിൻ മക്കൾക്ക് തോട്ടത്തിൽ പരിശുദ്ധനുണ്ട് നിശ്ചയമായും തൻ കാലൊച്ച ഞാൻ കേൾക്കുന്നുണ്ട് കാലുകളില്ല സൗരഭ്യം പറക്കുന്നുണ്ട് അന്തരീക്ഷത്തിൽ നിൻ സൗന്ദര്യം ഞാൻ ദർശിക്കുന്നു കണ്ണുകളാലേ തോട്ടത്തിൽ പരിശുദ്ധനുണ്ട് നിശ്ചയമായും തൻ കാലൊച്ച ഞാൻ കേൾക്കുന്നുണ്ട് കാതുകളില്ല തൻ സൗരഭ്യം പറക്കുന്നുണ്ട് അന്തരീക്ഷത്തിൽ നിൻ സൗന്ദര്യം ഞാൻ ദർശിക്കുന്നു കണ്ണുകളാലേ ഓ കൃപയുടെ ഉറവിടമേ കൃപയുടെ ഉടയവനേ കൃപയുടെ ഉറവിടമേ
Rise of fire. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ ഈ മക്കൾക്ക്. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ ഈ മക്കൾക്ക്. ആശാനമസി കണ്ടമസനമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ ഈ മക്കൾക്ക്. സാന്നിധ്യം വരുന്ന ചൊന്നതല്ലയോ ആ സന്തോഷം നിറയുന്ന അന്തരംഗത്തിൽ തിരു സാന്നിധ്യം മനോഹരം മനോഹരം തന്നെ രണ്ടുപേരെ നാമത്തിൽ കൂടുന്നിടത്തെല്ലാം സാന്നിധ്യം വരുന്ന ചൊന്നതല്ലയോ ആ സന്തോഷം നിറയുന്നുണ്ട് അന്തരംഗത്തിൽ തിരു സാന്നിധ്യം മനോഹരം മനോഹരം തന്നെ ഓ കൃപയുടെ ഉറവിടമേ കൃപയുടെ ഉടയവനേ കൃപയുടെ ഉറവിടമേ കൃപയുടെ ഉടയവനേ കൃപ വേണമപ്പ കൃപ വേണമപ്പ കൃപ വേണമപ്പ നിങ്ങൾക്കു കൃപ വേണമപ്പ കൃപ വേണമപ്പ കൃപ വേണമപ്പ നിങ്ങൾക്കു കൃപ വേണമപ്പ കൃപ വേണമപ്പ കൃപ വേണമപ്പ Yes Lord हमें तेरी अनुग्रह की जरूरत है परमेश्वर तेरी दया की जरूरत है परमेश्वर तेरी दया की जरूरत है परमेश्वर नमस्ते कारे मासिया तेरे मासिया कारे माता नमस्ते माते राशा नमस्ते हाथों को उठा के बोलो मुझे कृपा मांगते हाथ उठा के बोलो मुझे अनुग्रह चाहिए उद्धार का कृपा उद्धार का अनुग्रह सिर्फ उद्धार का कृपा नहीं केवल उद्धार का ही नहीं इस पूरे दुनिया में जीने का कृपा इस पूरी पृथ्वी पे जीने का कृपा सिर्फ उतना नहीं ಅದು ಮಾತ್ರವಲ್ಲ कृपा का सामर्थ्य मेरा द्वारा प्रकट होने का कृपा हालेलुया ಕೃಪೆಯ ಸಾಮರ್ಥ್ಯ ಮೇನಿಲ್ ಕೂಡ ಪ್ರಕಟಪಡಾನಾಯಿತು ऐसे अपने किया बोल के धन्यवाद ಅಂಗ ನಿಶ್ಚೇತನ ನಂದಿ यीशु के नाम में ಯೇಸುವಿನ ನಾಮದಲ್ಲಿ